സുഹൃത്തുക്കളെ, ഇന്നലെയും ഇന്നുമായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള 2 ക്ലാസുകൾ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. ഇന്നലെ ക്ലാസ് എടുക്കേണ്ടിയിരുന്ന സുഹൃത്ത് കുമാർ അല്പം വൈകിയതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ചില ഭാഗങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഇന്നും സുഹൃത്കുമാർ അവിചാരിതമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വൈകുന്നേരത്താണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ ബാക്കി ഇന്ന് അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ ഞാൻ ഇന്നലെ പറയാൻ ശ്രമിച്ച ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി എന്ന ഭാഗം ആ കാലഘട്ടത്തിലെ ഇന്ത്യ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാനാണ് ശ്രമിക്കുന്നത്. അത് ഇന്ത്യ ചരിത്രമാണ്, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും പൊതു താല്പര്യം വെച്ച് പുലർത്തുന്നത് പ്രയോജനകരമായിരിക്കും എന്ന ഒരു മുൻവിധിയോടുകൂടി, മുൻവിധി എന്ന് വേണം പറയാൻ, ഒരു മുൻവിധിയോടുകൂടിയാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. ഇന്നലെ ഭരണഘടനയുടെ ചരിത്രം അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ 1600-ാം ആണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കച്ചവട സ്ഥാപനം, ബഹുരാഷ്ട്ര കച്ചവട സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടതിന്റെ ചരിത്രവും അതിന്റെ നിയമപരവും ഭരണഘടനാപരവും അല്ലെങ്കിൽ ബൈല അനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞത്. 1857-ലെ കലാപം എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അറുതി വരുത്തിയത് എന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഭരണം നേരിട്ട് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് പാർലമെന്റ് എന്നല്ല, നിയമം ക്രൗൺ എന്നാണ്. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ വൈസ്രോയ്, രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയ്ക്ക് മാറിത്തീരുകയും ചെയ്തു. 861-ലാണ് ആദ്യത്തെ നിയമനിർമ്മാണം നടക്കുന്നത്. ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഭൂപ്രദേശത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പരിഷ്കാരം എന്ന് പറയുന്നത് 1861-ലെ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിന്റെ വിപുലീകൃത രൂപമാണ് 1892-ലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഈ 2 നിയമങ്ങൾക്കും ഇടയിലുള്ള സംഭവ വികാസങ്ങൾ ഈ നിയമം കൊണ്ടുവരുന്നതിന് പ്രേരകമായി തീർന്നു എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. 1861-നും 1892-നും ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ദേശീയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കപ്പെട്ടു. അതിന്റെ മുന്നോടിയായിട്ട് പ്രാദേശികമായ കക്ഷികൾ അല്ലെങ്കിൽ സംഘടനകൾ, ബോംബെ അസോസിയേഷൻ, ബംഗാൾ അസോസിയേഷൻ നിലവിൽ വന്നു എന്നൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. 1892-ലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പരോക്ഷമായ പരാമർശം നിയമത്തിൽ ഉണ്ടാകുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിൽ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന് പുറമെ 6-നും 16-നും ഇടയ്ക്കുള്ള അംഗസംഖ്യ, നോട്ട് എക്സീഡിങ് 16 എന്നാണ്. ഫ്രം 6 to 16, 6 നിന്നും 16ലേക്ക് വർദ്ധിപ്പിച്ചു. ആ നിയമമാണ് 1909-ൽ വീണ്ടും പരിഷ്കരിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞു. ആ പരിഷ്കാരത്തിന്റെ പേര് മിന്റോ മോർലി എന്നാണ്. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ബ്രിട്ടീഷ് മന്ത്രിയുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഇന്ത്യയുടെ വൈസ്രോയും കൂടി ചേർന്ന് ലോർഡ് മോർലി അങ്ങനെ വന്നു. എന്താണ് 1892-നും 1909-നും ഇടയ്ക്കുള്ള സംഭവ വികാസങ്ങൾ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, അതായത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ഒരു പുതിയ ദിശയിലേക്ക് കടക്കുന്ന ഘട്ടമായിരുന്നു ഇത്. ഒരു പുതിയ ദിശ എന്ന് പറയാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. വളരെ മിതവാദപരമായ നിവേദനങ്ങൾ കൊടുക്കുക, ആ നിവേദനങ്ങൾക്ക് പിന്നാലെ പോയി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം അനുകൂലമായ തീരുമാനം സർക്കാരിനെ കൊണ്ടെടുപ്പിക്കുക എന്നായിരുന്നു അന്നത്തെ നയം. നിവേദനങ്ങൾ കൊടുക്കുക, അഭ്യർത്ഥന വയ്ക്കുക, പരിഹാരം തേടുക.
അത് പക്ഷേ പ്രയോജനരഹിതമാണ് എന്ന് 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിനകത്ത് തന്നെയുള്ള അതോടൊപ്പം പുറത്തുള്ള അഭ്യസ്തവിദ്യരുമായ ചില ചെറുപ്പക്കാർക്ക് തോന്നി തുടങ്ങി. അങ്ങനെ തോന്നുന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഒന്ന്, കോൺഗ്രസിന്റെ നേതാവ് പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ബോംബെ പ്രവിശ്യയിലെ ഒരു മഹാപണ്ഡിതൻ ഇന്ത്യയെ സംബന്ധിച്ച ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നായിരുന്നു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണവും പട്ടിണിയും എന്നാണ്. അൺബ്രിട്ടീഷ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അൺബ്രിട്ടീഷ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധ ഭരണമെന്നോ ബ്രിട്ടീഷ് അല്ലാത്ത ഭരണമെന്നോ അല്ല അർത്ഥമാക്കേണ്ടത്. ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിൽ ചെയ്ത തരത്തിലുള്ളതിനേക്കാൾ തികഞ്ഞും വ്യത്യസ്തമായ തരത്തിലാണ് ഇന്ത്യൻ. അതാണ് അൺബ്രിട്ടീഷ് എന്ന് പറയാൻ കാരണം. അതിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ജനതയെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കച്ചവടക്കാരും കൂടി ചൂഷണം ചെയ്യുന്നത് എന്നും, ഇന്ത്യയുടെ സ്വത്ത്, ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ നികുതി ഏത് തരത്തിലാണ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്, ചോർത്തിക്കൊണ്ടുപോകുന്നത്, ഡ്രെയിൻ ചെയ്തു പോകുന്നത് എന്നുമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പല ഇനത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഓഹരിക്കുള്ള പലിശ, ഇന്ത്യയിലെ വ്യവസായങ്ങളിലും തോട്ടം മേഖലയിലും നിക്ഷേപിച്ചതിന്റെ പലിശ ഇനത്തിലുള്ള കാര്യങ്ങൾ, നികുതികൾ, ഇങ്ങനെ പല ഇനത്തിൽ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടു പോവുകയാണ്. അതാണ് ഇന്ത്യൻ ജനതയുടെ പട്ടിണിക്ക് കാരണം എന്നാണ് 1890കളിൽ അദ്ദേഹം എഴുതിയ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പെറ്റീഷനും പ്രേയറുമായിട്ടൊക്കെ നടക്കുമ്പോൾ, അതായത് നിവേദനങ്ങളും പിന്നെ അഭ്യർത്ഥനകളുമായിട്ട് നടക്കുമ്പോൾ അതിലുകൊണ്ട് യാതൊരു കാര്യവുമില്ല, നേരിട്ട് യുദ്ധം ചെയ്ത് സായുധമായിട്ട് ഇടപെട്ട് പരാജയപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിനെ പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യം നേടാം എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടർ അപ്പുറത്തുണ്ടായിരുന്നു. അവർക്കിത് വളരെ പോഷക വസ്തുവായിട്ട്, പോഷകാഹാരമായിട്ട് തോന്നി. മറ്റൊന്ന്, 1890കളിലാണ് ഇന്ത്യയിൽ കടുത്ത ഒരു ക്ഷാമം പെട്ടു. ഇപ്പോഴത്തെ COVID-19 പോലെ ഉത്തരേന്ത്യൻ പ്രവിശ്യകളെ പിടിച്ചു കുലുക്കിയ പ്ലേഗ് എന്ന് പറയുന്ന ഒരു മാരക രോഗം, ചത്ത എലിയുടെ ചെളിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും പ്രചരിക്കുന്നതാണ്, അത് പകരുന്നതാണ് ഈ രോഗം എന്നാണ് കണ്ടെത്തിയത്. സൂററ്റിലാണ് ആദ്യം വന്നത്. അത് പിന്നീട് ഇന്ത്യയുടെ പല ഭാഗത്തും ബംഗാളിലും ഒക്കെ വന്നു. അപ്പോ പോവർട്ടി അല്ലെങ്കിൽ ഇതിന്റെ പ്ലേഗിന്റെ പിന്നാലെ പട്ടിണി വന്നു. പട്ടിണിയും പ്ലേഗും കൂടെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു കുഴിച്ചുപോയി. ക്ഷാമം, ഫാമിൻ, ഭക്ഷ്യോൽപാദനം നടക്കുന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നടക്കുന്നില്ല. കാരണം ഭക്ഷ്യോൽപാദന ഭക്ഷ്യവസ്തുക്കൾ തെക്കേന്ത്യയിലോ മധ്യേന്ത്യയിലോ പ്രവിശ്യകളിൽ ഉണ്ടെങ്കിലും അവയെ ഉത്തരേന്ത്യൻ പ്രവിശ്യകളിൽ കൊണ്ടെത്തി കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതിനെതിരെ യുവാക്കൾ രോഷാകുലരാകുന്നു, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ആക്രമിക്കുന്നു, ചിലർ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഈ ഫാമിനും പ്ലേഗും അല്ലെങ്കിൽ ക്ഷാമവും പ്ലേഗും സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം അതിരൂക്ഷമായി വരാനിടയായി. അങ്ങനെ ആ സാഹചര്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് 1899 മറ്റൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. R.C. ദത്ത്, രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതാണ്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. 1899ലും 1901ലുമായിട്ട് 2 വാല്യങ്ങളായിട്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം അനാവരണം ചെയ്യുന്നതും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും സാമ്പത്തിക ചോർച്ചയെക്കുറിച്ചും, അതായത് നേരത്തെ ദാദാഭായ് നവറോജി പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ സാധൂകരണം രേഖകളുടെ പിൻബലത്തോടുകൂടി ഈ എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കും. യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു. അന്ന് എക്സ്ട്രീമിസം എന്നൊക്കെയാണ് പറഞ്ഞത്. എക്സ്ട്രീമിസവും മിലിറ്റൻസി ഇങ്ങനെ പലതരത്തിലേക്ക് പോയി. അപ്പൊ അവരുടെ അഭിപ്രായം,
ഈ ചെറുപ്പക്കാരായ വിപ്ലവകാരികളുടെ അഭിപ്രായം ടൺ കണക്കിന് വാക്കുകളേക്കാൾ ഫലപ്രദമാണ് 1 ഔൺസ് വെടിയുണ്ട എന്നാണ്. അന്ന് വെടിയുണ്ട ഉണ്ടാക്കിയിരുന്ന ഈയം കൊണ്ടാണ്. അപ്പോൾ ടൺ കണക്കിന് വാക്കുകൾ പ്രസംഗിച്ചു കൂട്ടുക, നിവേദനങ്ങൾ കൊടുക്കുക, നിവേദനങ്ങൾക്ക് പിന്നാലെ പോയി പ്രാർത്ഥനകൾ, അഭ്യർത്ഥനകൾ നടത്തുക, അതൊക്കെ ആയിരക്കണക്കിനെങ്കിൽ ഒരുപാട് വാക്കുകൾ വൃഥാവിൽ പ്രയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. 1 ഔൺസ്, ഒരു വെടിയുണ്ട കൊണ്ട് കാര്യം സാധിക്കാം. ഒരുത്തന്റെ നെഞ്ചത്തേക്ക്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചത്തേക്ക് വെടിവെച്ച് അവനെ കൊന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടുള്ളൂ. അങ്ങനത്തെ ഒരു തീവ്രവാദ ചിന്തയിലേക്ക് ചെറുപ്പക്കാർ. അതിന് സഹായകരമായ തരത്തിൽ ചില വിപ്ലവ സംഘടനകൾ ഉണ്ടാകും. അതാണ് അനുശീലൻ സമിതി ബംഗാൾ കേന്ദ്രീകരിച്ച്. ഈ ബംഗാൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനം വരാൻ കാരണം ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാരിന്റെ കേന്ദ്രം, ഭരണസിരാ കേന്ദ്രം, തലസ്ഥാനം ബംഗാളായിരുന്നു, കൽക്കട്ടയായിരുന്നു. എന്ന് മാത്രമല്ല, കൽക്കട്ടയിലെ ബംഗാളി സാഹിത്യം മറ്റിന്ത്യൻ ഭാഷകളെ അപേക്ഷിച്ച് ബഹുദൂരം പോയി. നോവൽ എന്ന സാഹിത്യ രൂപം ആദ്യം ഉണ്ടാകുന്നത് മറാത്തി ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷയിലോ പാശ്ചാത്യ ഭാഷകളിലോ ഉണ്ടായിരുന്ന നോവൽ എന്ന് പറഞ്ഞ ഏറ്റവും നൂതനമായ ഒരു സാഹിത്യ രൂപം ഇന്ത്യൻ ഭാഷകളിൽ ആദ്യം ഉണ്ടാകുന്നത് 1858 മറ്റോ ആണ്, മറാത്തി ഭാഷയിലാണ്. പിന്നെ മറ്റു ഭാഷകളിലേക്ക് വരുന്നു. 1881 പ്രസിദ്ധമായ ബംഗാളിലെ, ഒരുപക്ഷെ ബംഗാളിലെ ഏറ്റവും നല്ല നോവൽ എന്ന് പറയാമെന്ന ആനന്ദമഠം എന്ന നോവൽ വരുന്നത്. തൊട്ടു പിന്നാലെ ഒരുപാട് ബംഗാളി ഭാഷയിൽ ഒരുപാട് ഉണർവുണ്ടാകുന്നു, നവോത്ഥാനം ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി ബംഗാളി ഭാഷ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബംഗാളിൽ ഈ വിപ്ലവ കക്ഷികൾ, വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ വരുന്ന യുഗാന്തർ പാർട്ടി, പിന്നെ അങ്ങനെയുള്ള കക്ഷികൾ രംഗത്ത് വരുന്ന, അവയൊക്കെ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ മിതവാദപരമായ, മോഡറേറ്റ് ആയിട്ടുള്ള നിലപാടുകൾ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് പ്രയോജനമില്ല. അല്പം എക്സ്ട്രീമിലേക്ക് പോകണം. എക്സ്ട്രീം എന്ന് വെച്ചാൽ ഇന്നത്തെ തീവ്രവാദം അല്ല, എക്സ്ട്രീമിസം അന്നത്തെ തീവ്രവാദം അല്ല. സംഘടനയ്ക്കുള്ളിൽ 2 ഗ്രൂപ്പുകാർ തമ്മിൽ, 2 അഭിപ്രായങ്ങളുള്ളവർ തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. അതാണ് എക്സ്ട്രീമിസവും മോഡറേറ്റ്സും. അത് ഏറ്റുമുട്ടി. അങ്ങനെ ഏറ്റുമുട്ടലൊക്കെ സംഘർഷം ചർച്ച നടക്കുമ്പോഴാണ് 1899 ബംഗാളിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായി പുതിയൊരു മനുഷ്യൻ വരുന്നു, പുതിയൊരു ഭരണാധികാരി വരുന്നു, ലോർഡ് കഴ്സൺ പ്രഭു. അദ്ദേഹം തികഞ്ഞ ഒരു സാമ്രാജ്യത്വവാദിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അജയ്യതയിലും അപ്രമാദിത്വത്തിലും വിശ്വസിച്ചിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ നയങ്ങൾ പലപ്പോഴും ഇന്ത്യൻ ജനതയ്ക്ക് ദോഷകരമാണ്. കാരണം പട്ടിണിക്കാരോടും പാവങ്ങളോടും അനുകമ്പയില്ലാത്ത തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അത് വന്നല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോ കഴ്സൺ പ്രഭുവിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ ജനതയ്ക്ക് ദുരിതങ്ങളായിരിക്കും വരിക എന്നൊരു തോന്നലുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ശക്തി ആർജിച്ചു വരുന്ന ദേശീയ പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളി ഉയർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനം, ആ ദേശീയ പ്രസ്ഥാനത്തിനകത്തുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ, ബ്രിട്ടീഷ് ഭരണ മാതൃകയിലുള്ള ഭരണം ഇന്ത്യയിലും വേണം. 1885 കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 6 ഡിമാൻഡുകൾ, ആദ്യം ഉണ്ടാക്കിയത് 6 അവകാശ പത്രികയാണ്. അത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ്, ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രാതിനിധ്യ സ്വഭാവമുള്ള സർക്കാരിന് സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. അങ്ങനെയുള്ള ശക്തമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ചില പ്രവർത്തനങ്ങൾ നടത്തി, ചില സൂത്രപ്പണികൾ നടത്തി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ വർഗീയത, കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ബ്രിട്ടീഷുകാർ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ത്യയിലെ കണക്കുകൾ 1871 ആദ്യത്തെ സെൻസസ് ഒക്കെ വരുന്നത്. അപ്പൊ സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയെ കണക്കുകൂട്ടിയെടുക്കുന്നു. ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നും ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ് എന്നും, മുസ്ലിങ്ങൾ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണെന്നുള്ള മുസ്ലിം അനുകൂല നിലപാട് ബ്രിട്ടീഷ് സർക്കാർ എടുക്കും. അതിനനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും, കഥകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചരിത്രം എന്ന പേരിൽ പലതും എഴുതി വയ്ക്കുന്നു. അങ്ങനെയാണ്
ഈ സെൻട്രൽ പ്രോവിൻസിലെ, സെൻട്രൽ പ്രോവിൻസ് എന്ന് അന്ന് പറഞ്ഞ് ഇന്നത്തെ മധ്യഭാരത്, ഇന്ത്യയുടെ മധ്യപ്രദേശിന്റെ ഭാഗമായിട്ട് വരും. ആ സെൻട്രൽ പ്രോവിൻസിലെ ഹൈ കമ്മീഷണർ ആയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര്, അടുത്ത പ്രവിശ്യാധിപന്റെ പേരാണ് ഹൈ കമ്മീഷണർ. ഹൈ കമ്മീഷണർ ആയിരുന്ന സർ ഹെൻറി കോട്ടൺ. ഹെൻറി കോട്ടൺ എന്ന് പറയുന്നയാള് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഇന്ത്യയിലെ കണക്കുകൾ വെച്ചുകൊണ്ടാണ്, 81-ലെയും 91-ലെയും സെൻസസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ്, സമ്പത്തിന്റെ കണക്കുകൾ, സർക്കാരിന് കിട്ടുന്ന നികുതി വരുമാനത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം വെച്ചുകൊണ്ടാണ്, അത്തരം കണക്കുകൾ വെച്ചുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. അതിൽ അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, 150 years ago it was difficult for a Mussalman of Bengal to be poor. Now it is difficult for him to continue to be rich. 150 years ago it was difficult for a Mussalman of Bengal to be poor. Now it is difficult for him to continue to be rich. 150 കൊല്ലം മുമ്പ് ബംഗാളിലെ ഒരു മുസൽമാന് ദരിദ്രനായിരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ അയാൾക്ക് ധനവാനായി തുടരാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു കണ്ടിന്യൂ ടു ബി റിച്ച്. ഇതായിരുന്നു ഹെൻറി കോട്ടന്റെ റിപ്പോർട്ട്. അത് ബോധപൂർവമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നു, അവരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്തെന്നുള്ള സാങ്കേതികമായൊരു പ്രയോഗമുണ്ടല്ലോ. ഇപ്പൊ ഈ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് ഒരു ഫെർമൻ അല്ലെങ്കിൽ ഒരു ഉത്തരവ് വാങ്ങിയിട്ടാണ് 1765 ബംഗാൾ പ്രവിശ്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈയടക്കിയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതേപോലെ പിന്നീട് അതുപോലുള്ള മറ്റു നിയമങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ബംഗാൾ കീഴടക്കിയത് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈദരാബാദ് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയത് മുസ്ലിങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവിടുത്തെ സുൽത്താനിൽ നിന്നാണ്, ഹൈദരാബാദ് നൈസാമിൽ നിന്നാണ്. അങ്ങനെയുള്ള പല കണക്കുകളും വെച്ചിട്ട് മുസ്ലിങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ തക്കവണ്ണം അവരെ ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ അവരെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവരെ തകർക്കുകയാണ്, അല്ലെങ്കിൽ ഒതുക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊരു ഇംപ്രഷൻ, ഒരു ധാരണ ഉണ്ടാക്കാൻ, ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നൊരവസ്ഥ വന്നു. പക്ഷെ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം ഉണ്ടായി എന്ന കാര്യം വാസ്തവം. പക്ഷെ വാസ്തവത്തിന്റെ പിന്നിലെ വാസ്തവം എന്താണ്? ആ പിന്നിലെ വാസ്തവം എന്ന് പറയുന്നത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം 1850-കൾ തൊട്ടാവുമ്പോൾ തന്നെ ഇന്ത്യൻ മുതലാളിത്തം തലയുയർത്താൻ തുടങ്ങിയിരുന്നു. യൂറോപ്പിൽ മുതലാളിത്തം വളർന്നു വന്ന കാര്യമൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ആ യൂറോപ്യൻ മുതലാളിത്തം ഒരു ഘട്ടം കഴിഞ്ഞ് സാമ്രാജ്യത്വമായി വളർന്നു വന്നു. ആ സാമ്രാജ്യത്വം മൂലധന കയറ്റുമതിയാണ് ലക്ഷ്യം വെച്ചത് എന്നും, അങ്ങനെ അങ്ങനെ ഇറക്കുമതി ചെയ്ത, യൂറോപ്പിൽ നിന്ന് കയറ്റുമതി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മൂലധനം ഉപയോഗിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അല്ലെങ്കിൽ മറ്റ് ബ്രിട്ടീഷ് കച്ചവടക്കാരും വ്യക്തികളും ഇന്ത്യയുടെ പല ഭാഗത്തും തോട്ടങ്ങൾ തുടങ്ങി, വ്യവസായശാലകൾ തുടങ്ങി, നാവിക മേഖലയിലിറത്തി, അങ്ങനെ പല പ്രദേശങ്ങളിൽ ചെന്നു. അപ്പൊ ബ്രിട്ടീഷ് മുതലാളിത്തം ഇന്ത്യയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ മുതലാളിമാർ വളരുന്നത്. നേറ്റീവ് ക്യാപിറ്റലിസം. ആ നേറ്റീവ് ക്യാപിറ്റലിസവും ഫോറിൻ ക്യാപിറ്റലിസവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. സൈദ്ധാന്തികമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി പറഞ്ഞാൽ, യൂറോപ്യൻ മുതലാളിത്തം അല്ലെങ്കിൽ ബ്രിട്ടീഷ് മുതലാളിത്തവും ഇന്ത്യൻ മുതലാളിത്തവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ മുതലാളിത്തം വളർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് 1853 1857 കലാപത്തിന് 6 വർഷം മുമ്പ് ടാറ്റ, പിന്നീട് ഇന്ത്യയിലെ വ്യവസായ ഭീമനായി നടന്ന ടാറ്റ ഒരു ടെക്സ്റ്റൈൽ മിൽ സ്ഥാപിക്കുന്നു. എംപ്രസ് മിൽ എന്നാണ് അതിന്റെ പേര്. വിക്ടോറിയ രാജ്ഞിയോടുള്ള വിധേയത്വം വെച്ചുകൊണ്ട് തന്നെ എംപ്രസ് മിൽ എന്ന് പറഞ്ഞ മില്ല് സ്ഥാപിക്കുന്നു. ടെക്സ്റ്റൈൽ മിൽ ബോംബെയിൽ സ്ഥാപിക്കുന്നു. അത് പിന്നീട് 19-ാം നൂറ്റാണ്ട് അന്ത്യമാകുമ്പോഴേക്കും മറ്റു രൂപത്തിലേക്ക് വളരുകയും ചെയ്തു. ഉരുക്ക് നിർമ്മാണ മേഖലയിലേക്ക് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ കുടുംബം, വ്യവസായ കുടുംബം മാറുകയാണ്. അപ്പോൾ ഇന്ത്യൻ മുതലാളിത്തം അല്പാൽപമായി പിച്ചവെച്ച് വളർന്നു വന്നത് ബ്രിട്ടീഷ് മുതലാളിത്തം വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്, ശത്രുതാപരമായിട്ടാണ് കാണുന്നത്.
ആ ശത്രുതാപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ മുതലാളിമാരെ തമ്മിൽ തർക്കിക്കുക, തമ്മിൽ ഭിന്നിപ്പിക്കുക. അങ്ങനെ മുതലാളിമാർ തമ്മിൽ തർക്കിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ മുതലാളിയായ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ പറ്റും, ഇന്ത്യയിലെ കമ്പോളത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അങ്ങനെയാണ് ഹിന്ദു മുതലാളിമാരോടൊപ്പം വളർന്നു വന്ന മുസ്ലിം മുതലാളിമാരെയും അവർ ഹിന്ദു മുസ്ലിം എന്നുള്ള വെവ്വേറെ പട്ടികയിൽപ്പെടുത്തി അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ആ ഭിന്നിപ്പിന്റെ ഫലമായിട്ടാണ് മുസ്ലിങ്ങളുടെ സാമ്പത്തികമായി മെച്ചപ്പെട്ടു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക്, അവരുടെ ബോധത്തിലേക്ക്, അവരുടെ നാശത്തിന്, അവരുടെ സമുദായത്തിന്റെ നാശത്തിന് കാരണം ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ ജനതയാണ് എന്ന് തോന്നൽ, ഹിന്ദു ഭൂപ്രഭുക്കന്മാരാണ്, ഹിന്ദു മുതലാളിമാരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കണം. ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയാകട്ടെ അത് ഹിന്ദുക്കളുടെ സംഘടനയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കണം എന്ന ഒരു പ്രേരണ അവരിലേക്ക് വച്ചു പുറത്താൻ ശ്രമിച്ചു. അത് സ്വാഭാവികമായിട്ട് അവർ വിശ്വസിച്ചു. കാരണം ബ്രിട്ടീഷുകാർക്ക് അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ കഴിയുകയും അവരെ കൂടുതൽ പ്രീതിപ്പെടുത്താനും വിശാലമായ, വിപുലമായ, സമ്പന്നമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിച്ചു. പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. വിശാലമായ ബംഗാൾ പ്രവിശ്യ, ബംഗാൾ, ബീഹാർ, ഒറീസ, ഇന്നത്തെ ബംഗ്ലാദേശ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അങ്ങനെ ഒറ്റ പ്രവിശ്യയായിരുന്നു. ഇത് ഭരണപരമായ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇതിനെ വിഭജിക്കണമെന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ന്യായം. അങ്ങനെ ആ ന്യായം വെച്ചുകൊണ്ട് ബംഗാൾ പ്രവിശ്യയെ രണ്ടാക്കി വിഭജിച്ചു. ബംഗാൾ ആൻഡ് മറ്റേ പ്രവിശ്യയുടെ പേര് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. പുതുതായിട്ട് രൂപീകരിച്ച പ്രവിശ്യയുടെ പേര് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം, കിഴക്കൻ ബംഗാളും ആസാം. ആ കിഴക്കൻ ബംഗാളിൽ ആകെ അന്നത്തെ 901 സെൻസസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് 32 ലക്ഷം ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 32 ലക്ഷത്തിൽ 18 ലക്ഷം മുസ്ലിങ്ങളാണ്, 12 ലക്ഷമേ ഉള്ളൂ ഹിന്ദുക്കൾ, 2 ലക്ഷം ആദിവാസികൾ, ഗോത്രനിവാസികൾ അങ്ങനെയുള്ളവരായിരുന്നു. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യ ഉണ്ടാക്കി കൊടുക്കാൻ, മുസ്ലിം കച്ചവടക്കാരുടെയും ധനവാന്മാരുടെയും താല്പര്യ പൂരണത്തിനായിട്ട് അവർക്ക് മാത്രമായിട്ട് അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രവിശ്യ ഉണ്ടാക്കി കൊടുക്കുന്നു ബ്രിട്ടീഷുകാർ. അതാണ് 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം. സ്വാഭാവികമായിട്ടും ജനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിനകത്ത് തന്നെ വളർന്നു വന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും അവരുടെയും സഹായത്തോട് ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആരംഭിച്ചു. തെരുവുകളിൽ പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി, ഹർത്താലുകളും. ഈ ഹർത്താൽ എന്നുള്ള വാക്കൊക്കെ ആ കാലത്താണ് വരുന്നത്. വലിയ പ്രശ്നമായി ചർച്ചയായി വരുന്നു. അപ്പോൾ വിപ്ലവകാരികൾ അന്ന് മുഴക്കിയിരുന്ന ഗാനം, സ്വാഗത ഗാനം അല്ലെങ്കിൽ വിപ്ലവ ഗാനം എന്ന് പറയുന്നത് വന്ദേ മാതരമായിരുന്നു. നേരത്തെ പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ആമുഖ ഗാനം, അവതരണ ഗാനമാണ് വന്ദേ മാതരം. അത് ഇന്ത്യയെ, ഭാരതാംബയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സങ്കല്പമാണ്. ആ വന്ദേ മാതരം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്, പരസ്യമായി ചൊല്ലുന്നത്, വിളിക്കുന്നത് തടഞ്ഞുകൊണ്ട് 1905 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1905 ഒക്ടോബർ 16 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം നിലവിൽ വരേണ്ടത്. ആ ദിവസം ബംഗാളിൽ കരിദിനം ആചരിച്ചു. അങ്ങനെ സമരങ്ങളുടെ വേലിയേറ്റം ഒരുപാടുണ്ടായി. എന്തായാലും ബംഗാൾ വിഭജനം ഒരു യാഥാർത്ഥ്യമായി. സഹോദരങ്ങൾ തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന അവസ്ഥയിലേക്ക് 1905 ബ്രിട്ടീഷ് ഭരണപരമായ നടപടി ബംഗാൾ വിഭജനം വിജയിച്ചു. പക്ഷെ സമരത്തെ അടിച്ചമർത്താൻ സാധിച്ചത്, സമരം അതിശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അതിന്റെ പിന്നാലെ 2 സംഭവങ്ങൾ, 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഇതിനോടുണ്ടായ മനോഭാവം ഉണ്ടാക്കി. ഒന്ന്, കോൺഗ്രസിനകത്ത് തീവ്രവാദികളും മിതവാദികളും അഥവാ വിരുദ്ധ ചേരികൾ തമ്മിലുള്ള സംഘടന ഒരു മൂർധന്യത്തിലേക്ക് എത്തുന്നു. മറ്റൊന്ന്, ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പുതിയ സംഘടന വരുന്നു.
കോൺഗ്രസ് ഹിന്ദു സംഘടനയാണെന്നും ആ ഹിന്ദു സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയില്ലെന്നും ഒരു പ്രത്യേക സംഘടന ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് അവരെ എത്തിക്കുകയും അങ്ങനെ ധാക്കയിലെ ഒരു ഭരണാധികാരി, അന്നത്തെ ഒരു മുൻ പ്രാദേശിക ഭരണാധികാരി ധാക്ക നവാബ് അലിമുള്ള ഖാൻ, അങ്ങനെ ഇതിന്റെ പേര്, അദ്ദേഹം ഒരു നിവേദനം ഗവർണർ ജനറൽക്ക് നൽകുകയും ഗവർണർ ജനറൽ അത് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1906 സർവേന്ത്യ ലീഗ് നിലവിൽ വരികയും ചെയ്തു. ഓൾ ഇന്ത്യ ലീഗ്. ആ ലീഗിനെ ആദ്യം മുതൽ തന്നെ, സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ എല്ലാവിധ പ്രോത്സാഹനവും നൽകി, എല്ലാവിധ പോഷകാഹാരങ്ങളും നൽകി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പോ അതുകൊണ്ടൊന്നും സമരം അവസാനിക്കുന്നില്ല, സമരം ശക്തമായി തുടരുന്നു. ഈ യുഗാന്തർ പാർട്ടിയും അങ്ങനെയുള്ള ഈ വിപ്ലവകാരികളുടെ സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്നു. അതിനെതിരെ സർക്കാർ ആഞ്ഞടിക്കുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 1907 സൂററ്റിൽ ചേർന്ന AICC സമ്മേളനം വിളിച്ച് കോൺഗ്രസ് രണ്ടായിട്ട് പിളരുന്നു. സുരേന്ദ്രനാഥ് ബാനർജി, അതേപോലെ ബാലഗംഗാധർ തിലക് തുടങ്ങിയ ദേശീയ നേതാക്കൾ തീവ്രവാദി വിഭാഗത്തിലേക്കും ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള ആൾക്കാരെല്ലാം മിതവാദി ഗ്രൂപ്പിലേക്കും മാറുന്നു. ഇക്കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കൾ എന്ന് പറയുന്നത് ത്രിമൂർത്തികളായിരുന്നു, ദ ട്രയോ. ആ ട്രയോ എന്ന് പറയുന്നവരാണ് ലാൽ പാൽ ബാൽ സഖ്യം. ബംഗാളുകാരനായ ബിപിൻ ചന്ദ്രപാലും മഹാരാഷ്ട്രക്കാരനായ ബാൽ ഗംഗാധര തിലകനും പഞ്ചാബുകാരനായ ലാല ലജപത് റായ്. ഈ 3 പേരും ഇന്ത്യയുടെ 3 പ്രധാനപ്പെട്ട പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. വിദ്യാസമ്പന്നരാണ്. അവർ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ദേശീയതയെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ കോൺഗ്രസ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവർ കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ അവർ എക്സ്ട്രീമിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ 3 പേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങൾ അല്ലെങ്കിൽ ആദ്യ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ലാൽ പാൽ ബാൽ എന്നുള്ള ഒരു പേര് ഉണ്ടാകുന്നത്. അവരുടെ രൂക്ഷമായ പ്രസംഗങ്ങൾ, അതിശക്തമായ വാദഗതികൾ, ലേഖനങ്ങൾ ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഹിതകരമായിരുന്നില്ല, ഇന്ത്യൻ യുവാക്കൾക്ക് ആവേശകരവുമായിരുന്നു. അവർ തുടങ്ങിവെച്ച ഒരുപാട് ജനകീയമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. പലതും പിൽക്കാലത്ത് വർഗീയമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടവയൊക്കെയാണ്. ബംഗാളിൽ തുടങ്ങിയതായിരുന്നു സ്വദേശി പ്രസ്ഥാനം, സ്വദേശിയും സ്വരാജ്. സ്വദേശി എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വദേശി വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ആ വിദേശ വസ്തുക്കളുടെ പരസ്യമായ ബഹിഷ്കരണം പിന്നീട് ഗാന്ധിജി വന്നപ്പോഴാണ് രംഗത്തെത്തുന്നത്. പക്ഷേ 1905 അല്ലെങ്കിൽ 1900 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിൽ തന്നെ തുടങ്ങിയിരുന്നു. ഒരു സാമ്പത്തികമായ സമരമാണ്, സാമ്പത്തികമായ പ്രതിരോധമാണ്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇന്ത്യൻ കമ്പോളത്തെ മൂടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട വ്യവസായശാലകളിലെല്ലാം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, തുണികൾ, അതുപോലെ മറ്റുൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ കൊണ്ട് നിറയ്ക്കുകയാണ്. ഇന്ത്യയാണ് തുണിക്കച്ചവടത്തിന്റെ ഏറ്റവും വലിയ, തുണി ഉൽപാദനത്തിന്റെ ഏറ്റവും നല്ല കേന്ദ്രം ഒരു കാലത്ത് ഇന്ത്യയായിരുന്നു. ഇന്ത്യൻ തുണിത്തരങ്ങൾ, ഢാക്ക മസ്ലിനും ബനാറസ് പട്ടുതരങ്ങളും ഉടുത്തുകൊണ്ട് റോമൻ തെരുവീഥികളിലൂടെ സുന്ദരിമാർ നടന്നത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും അങ്ങനെ ഈ വസ്തുക്കളെല്ലാം വാങ്ങാനായിട്ട് പണം ഉപയോഗിച്ചതിനാൽ റോമിന്റെ ഖജനാവ് കാലിയായി പോയിരിക്കുന്നു എന്നും റോമൻ സെനറ്റിൽ, അന്ന് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്താണ് റോമൻ സെനറ്റിൽ സെനറ്റർമാർ, മെമ്പർമാർ പരാതി പറഞ്ഞിരുന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രസിദ്ധമായ, സുപ്രസിദ്ധമായ ഈ മിൽത്തുണികൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മിൽത്തുണികൾ വിദേശ കമ്പോളം കൈയടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മില്ലിൽ ഉൽപ്പാദിപ്പിച്ച ബ്രിട്ടനിലെ വ്യവസായ നഗരങ്ങളായ ലങ്കാഷെയറിലോ യോർക്ക്ഷയറിലോ ഒക്കെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ സ്വാഭാവികമായും
ഇതൊരു സാമ്പത്തിക തർക്കത്തിലേക്ക് എത്തും. കാരണം കമ്പോളം ആരുടെ കയ്യിൽ ഇരിക്കണം എന്ന് ഭരണകർത്താക്കൾക്ക് തീരുമാനിക്കാൻ സാധിച്ചു. പക്ഷെ ആരുടെ കയ്യിൽ ഇരിക്കണം എന്ന് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അവർ അത് ഇന്ത്യൻ കൈകളിലാവട്ടെ എന്ന് പറഞ്ഞ് ആരംഭിച്ചതാണ് സ്വദേശി പ്രസ്ഥാനം. യൂസ് ഓൺലി നേറ്റീവ് ഗുഡ്സ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മാത്രമേ മാറ്റാവൂ, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇതാണ് പിന്നീട് ഗാന്ധിജി ചിട്ടപ്പെടുത്തിയിരുന്ന വലിയ സമരമായി മാറിയത്. മറ്റൊന്ന് സ്വരാജ്. സ്വരാജ്യത്തെ സെൽഫ് റൂൾ എന്നാണ് വാക്കിന്റെ അർത്ഥം, സ്വയം ഭരണം എന്നാണ്. പക്ഷേ 1900 ആണ്ടത് അല്ലെങ്കിൽ ആരംഭ കാലഘട്ടത്തിൽ സ്വരാജ് സ്വാതന്ത്ര്യമല്ല, ഉദ്ദേശിച്ചിട്ടില്ല. അവര് സ്വരാജ് എന്ന് ഉദ്ദേശിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ പങ്കാളിത്തം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലോ മറ്റേതെങ്കിലും സംഘടനയുടെ പേരിലായാലും കുഴപ്പമില്ല. ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യൻ നേതാക്കൾക്ക്, അഭ്യസ്ത വിദ്യർക്ക് ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ജോലി കിട്ടണം. അതായിരുന്നു ഒരാവശ്യം. അതേസമയം ഈ സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ, സ്വയം ഭരണം എന്ന പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ സ്വദേശി കുറച്ചുകൂടി കടുപ്പമുള്ളതാണ്. കാരണം കച്ചവടക്കാരെ നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പൊ സ്വദേശി സ്വരാജുമായിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ മുദ്രാവാക്യം. അതിന് നേതൃത്വം കൊടുത്തതാവട്ടെ ലാൽ പാൽ ബാൽ ത്രയം. ആ 3 പേരും മൂവർ സംഘവും കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനം ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് സഹിക്കാൻ പറ്റിയില്ല. കോൺഗ്രസ് അവരെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയെങ്കിലും സമരമൊക്കെ തുറന്നു. പക്ഷേ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ, കരി നിയമങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒന്നാണ് സെഡീഷ്യസ് ലിബൽ ആക്ട്. സെഡീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് വരുന്നൊരു സാധനമാണ്. സർക്കാരിനെയോ ഭരണത്തിലിരിക്കുന്നവരെയോ അവർക്ക് ദോഷകരമാകുന്ന തരത്തിലുള്ള പ്രസ്താവന, അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന, അവരെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ആര് നടത്തിയാലും അത് സെഡീഷൻ ആവും എന്നാണ് സെഡീഷ്യസ് ലിബൽ ആക്ട് 1908 കൊണ്ടുവന്നു. ആ സെഡീഷ്യസ് ലിബൽ ആക്ടിന്റെ വെളിച്ചത്തിൽ ലേഖനം എഴുതിയതിന്റെ പേരിൽ നമ്മുടെ ബാൽ ഗംഗാധര തിലകനെ സർക്കാർ വിചാരണ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി നാട് കടത്തുന്നു റങ്കൂണിലേക്ക്, ബർമയിലേക്ക്. അത് കൂടുതൽ കലാപത്തിലേക്ക് വഴിവെക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് പണിമുടക്കിൽ ഏർപ്പെട്ടത്, പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പണിമുടക്ക്. 1905 പണിമുടക്ക്, 8 പണിമുടക്ക്. ആ 8 പണിമുടക്കം ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ വൻതോതിലുള്ള ജന ഇടപെടലാണ് ഉണ്ടായത്. അതിന്റെ ഫലമായിട്ടാണ് ആ പണിമുടക്കം ഉണ്ടാകുന്നത്. ആ പണിമുടക്കിനെ പറ്റി അന്ന് റഷ്യയിലെ നേതാവായിരുന്ന, ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്ന ലെനിൻ പറഞ്ഞത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് പ്രായപൂർത്തിയായി എന്നാണ്. സമരവും ബഹളവും വേലിയേറ്റവും നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിനെ എല്ലാ വിധത്തിലും ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമണക്കൊക്കെ ബ്രിട്ടീഷ് സർക്കാർ പലതരത്തിൽ അടിച്ചമർത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ ഒരു വഴിത്തിരിവുണ്ടാകുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത് മാൻഡലെ ജയിലിലേക്ക്, ബർമയിലെ ജയിലിലേക്ക് നാട് കടന്നു. അതൊരു വലിയ സംഭവമായി. ഡിഫൻസ് ഓഫ് സെഡീഷ്യസ് ലിബൽ ആക്ട് പോലുള്ള നിയമങ്ങളൊക്കെ റദ്ദാക്കണം എന്ന് വെളിയിലുള്ള ആൾക്കാർ അഭിപ്രായപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമരവും സമരത്തിന്റെ വേലിയേറ്റവും നിൽക്കുമ്പോഴാണ് ഈ സമരത്തെ ഒന്ന് വഴിതിരിച്ചു വിടുന്നതിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായത് 1909 ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. 1909 ഭരണപരിഷ്കാരത്തെ ഏറ്റവും സജീവമായ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായി മതാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നുള്ളതാണ്. ഒരു മതാധിപത്യത്തിലേക്ക് അഥവാ ഒരു സമരത്തിന്റെ ഒരു പുതിയ രൂപത്തിലേക്ക് അത് മാറുന്നു എന്ന മട്ടിലേക്ക് ഇത് പോയി. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക മണ്ഡലം കൊടുക്കുന്നതിനെ കുറിച്ച് അവര് ബ്രിട്ടീഷ് സർക്കാരിനെ പിന്താങ്ങുന്നത് കൊണ്ട് ഒരു പ്രത്യേക വിഭാഗം കൊടുക്കുന്നതിന്റെ പേരിൽ 1909 മിന്റോ മോർലി പരിഷ്കാരം വന്നപ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം അനുവദിക്കുന്നു. തൊട്ടു മുന്നേ ബാലഗംഗാധര തിലകനെ നാടുകടത്തുന്നു. നാടുകടത്തിനെതിരെ പണിമുടക്ക് വരുന്നു. ആ പണിമുടക്ക് ശക്തമായപ്പോൾ ലെനിൻ പറഞ്ഞു, ഇന്ത്യൻ തൊഴിലാളികൾക്ക് സ്വന്തം കാരണം പണിമുടക്കിലേക്ക് പോവുകയില്ല. അതായത്
സാമ്പത്തികമായ ഒരു ആവശ്യം വയ്ക്കാതെ, സാമ്പത്തികമായ ഒരു ഡിമാൻഡ് വയ്ക്കാതെ, ഒരു രാഷ്ട്രീയമായ ഡിമാൻഡ്, ഒരു രാഷ്ട്രീയ നേതാവിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള രാഷ്ട്രീയ ഡിമാൻഡ് വയ്ക്കുമ്പോഴാണ് തൊഴിലാളി വർഗം ശക്തമാകുന്നത്, തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായി 1908 അദ്ദേഹം പറഞ്ഞത്. തൊട്ട് പിന്നാലെ 1909 നിയമം പാസാക്കിയപ്പോൾ, മിന്റോ മോർലി പരിഷ്കാരം പാസാക്കിയപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം കൊടുത്തു. നിയമസഭയിൽ, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറഞ്ഞത്, പ്രാദേശിക അസംബ്ലി വരുന്നത് കേന്ദ്ര നിയമസഭയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം കൊടുക്കുന്നു. അങ്ങനെ പ്രത്യേക പ്രാതിനിധ്യം കൊടുത്തതിനെ കോൺഗ്രസ് അതിശക്തമായി എതിർക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് എളുപ്പമായി, കോൺഗ്രസ് ഹിന്ദുക്കളുടെ സംഘടനയാണ്, പിന്നെ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശമില്ല, അവര് മുസ്ലിങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും പട്ടിണി കിടന്ന് മരിച്ചോട്ടെ, അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോവുകയും ഹിന്ദു മുസ്ലിം വൈരത്തെ, നേരത്തെ സൂചിപ്പിച്ച വർഗീയത എന്ന പ്രതിഭാസത്തെ ആളിക്കത്തിക്കാൻ 1909 നിയമപരിഷ്കാരം, മിന്റോ മോർലി പരിഷ്കാരം സഹായകമായി. കോൺഗ്രസ് അതിശക്തമായിട്ട് എതിർത്തു. എന്റെ ഉള്ളടക്കം 50 പിന്നെ നിയമസഭയിലെ അംഗസംഖ്യ നേരത്തെ 892 നിയമപ്രകാരം 16 ആയിരുന്നു, 60 വർദ്ധിപ്പിച്ചു. അത് 32 പേർ ഉദ്യോഗസ്ഥ അംഗങ്ങളും 28 പേർ അനുദ്യോഗസ്ഥ അംഗങ്ങളുമായിട്ടുള്ള ഘടനയ്ക്കകത്തുണ്ടായിരുന്നു. ഈ 60 അംഗ നിയമസഭയിൽ 32 പേർ ഉദ്യോഗസ്ഥന്മാരും 28 പേർ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അനൗദ്യോഗികൾ. ആ അനൗദ്യോഗികളിൽ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുണ്ട്, നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, അങ്ങനെ പല ഘടനയാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ കോൺഗ്രസിന് ഒരു ഹിന്ദു സംഘടനയായി, മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി ചിത്രീകരിക്കാൻ ചില വസ്തുതകൾ വെച്ചുകൊണ്ട്, ചില കണക്കുകൾ വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് സാധിച്ചു. ഇതാണ് 1909 പ്രശ്നം. 1909 അടുത്ത പരിഷ്കാരം വരുന്ന 19 പോകുമ്പോൾ, വീണ്ടും 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പരിഷ്കരിക്കേണ്ടി വന്നു. എന്തായിരുന്നു ആ പരിഷ്കരണത്തിന്റെ പശ്ചാത്തലം? എന്തുകൊണ്ടാണ് അങ്ങനെ പരിഷ്കരിക്കേണ്ടി വന്നത്? അതിന് കാരണം ഞാൻ പറഞ്ഞു, 2 നിയമങ്ങൾക്കിടയിലുള്ള സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇതിന് കാരണമാണ്. എന്താണ് 1909 1919 ഇടയ്ക്കുള്ള സംഭവം? അത് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന്. 1914 യൂറോപ്പിൽ 2 ചേരികളായി തിരിഞ്ഞ് സാമ്രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേർന്ന് ഒരു സഖ്യവും, ജർമ്മനിയും ഓസ്ട്രിയയും ഇറ്റലിയും ചേർന്ന് മറ്റൊരു സഖ്യവും. ഈ സഖ്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഈ സഖ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന എന്തിനു വേണ്ടിയാ? ഇവയ്ക്ക് യൂറോപ്യൻ കമ്പോളം പിടിക്കാനല്ല, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും കമ്പോളം പിടിക്കണം. അതാണ് ലക്ഷ്യം. അപ്പൊ സാമ്പത്തികമായ കാരണങ്ങളാലാണ് 1914 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അത് അന്നേ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ വൈവിധ്യപൂർണവും വിനാശകരവും കൂടുതൽ ആധുനികവുമായ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അതിനെ മഹായുദ്ധം, ഗ്രേറ്റ് വാർ എന്ന് പറഞ്ഞത്. ഈ ഗ്രേറ്റ് വാറിന് മഹായുദ്ധം എന്ന് പേര് കൊടുത്തത് തെറ്റിദ്ധാരണാജനകമാണ്. മഹാ എന്ന് വെച്ചാൽ മഹത്ത് എന്നൊക്കെ അർത്ഥം വന്നുപോകും. അങ്ങനെ മഹത്തായതുകൊണ്ടല്ല, മനുഷ്യരെ കൊന്നതിൽ കണക്ക് കൂടിയത് കൊണ്ടാണ്. കൂടുതൽ ആയുധങ്ങൾ, മെച്ചപ്പെട്ട ആയുധങ്ങൾ യുദ്ധകാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചത് കൊണ്ടാണ് അതിനെ മഹാ അല്ലെങ്കിൽ ഗ്രേറ്റ് എന്ന് പറയാൻ കാരണം. എന്തൊക്കെയായിരുന്നു പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുതിയ യുദ്ധോപകരണങ്ങൾ? നേരത്തെ കടലും കരയും മാത്രമേ യുദ്ധ വേദിയായി തീർന്നിരുന്നുള്ളൂവെങ്കിൽ 1914 ആകുമ്പോഴേക്കതാ ആകാശവും വേദിയാകുന്നു. വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. 1909 മറ്റോ ആണ് ആദ്യമായി വിമാനം ഉണ്ടാകുന്നത്. ആകാശ പറക്കൽ യാഥാർത്ഥ്യമാകുന്നത് 1909 പക്ഷെ 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും ആകാശം രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ വേദിയാവുന്നു. കടലും കരയും മാത്രമല്ല, ആകാശവും യുദ്ധവേദിയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും നൂതനമായ ആയുധങ്ങൾ, വിമാനം, അന്തർവാഹിനികൾ, പിന്നെ V2 റോക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ കുഴപ്പമുണ്ടാകും. യുദ്ധം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചാകാൻ തയ്യാറാണ്. കൊല്ലലും ചാകലുമാണല്ലോ യുദ്ധത്തിന്റെ ഏറ്റവും
അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പട്ടാളക്കാരെ ആവശ്യമുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും മുറിവേൽക്കുന്ന ആൾക്കാർക്കും ചികിത്സ കൊടുക്കണം. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്ന ഈ സൈനിക വിഭാഗത്തെയും അതേപോലെ യുദ്ധ സഹായത്തിനാവശ്യമായ വൈദ്യ സഹായം ചെയ്തു കൊടുക്കുന്നുള്ള രൂപീകരിക്കണം. അങ്ങനെ പലതരത്തിൽ സർക്കാരിന്റെ ചെലവ് വർദ്ധിച്ചു വരും. ഖജനാവിന്റെ കാശ് ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് വേണ്ടി ചെലവാക്കാൻ സർക്കാർ നിർബന്ധിതമാണ്. അങ്ങനെ നിർബന്ധിതമായപ്പോൾ സർക്കാർ ജനങ്ങളോട് പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ യുദ്ധസന്നാഹങ്ങൾക്ക് സഹായിക്കുക. നിങ്ങൾക്ക് യുദ്ധം കൊണ്ട് പ്രയോജനമൊന്നുമില്ല, നിങ്ങൾ കഷ്ടപ്പാടെങ്കിലും സർക്കാരിന് രക്ഷപ്പെടാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പണം തരിക എന്നുള്ള ഒരു വ്യാഖ്യാനം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങളെ സഹായിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചപ്പോൾ ഗാന്ധിജി, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ്, കേരള ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഒരു സുപ്രസിദ്ധമായ പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ യുദ്ധസന്നാഹങ്ങളിൽ സഹായിക്കണം. ബ്രിട്ടൻസ് വാർ എഫേർട്സ് സഹായിക്കണം. എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? പട്ടാളത്തിൽ ചേരുക, അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മിഡ്വൈഫ് കോഴ്സ് അങ്ങനെയുള്ള ഈ നഴ്സുമാരുടെ കോറിലേക്ക് കയറുക, ആഹാരം സമ്പാദിച്ചു കൊടുക്കുക. എന്ത് മാർഗം ഉപയോഗിച്ചും ബ്രിട്ടീഷ് സർക്കാരിന്റെ യുദ്ധസന്നാഹങ്ങളെ സഹായിക്കണം എന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അഭ്യർത്ഥന ഗാന്ധിജി ശിരസാ വഹിക്കുന്നു. ഇന്ത്യൻ ജനതയോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, ബ്രിട്ടീഷുകാരുടെ യുദ്ധസന്നാഹങ്ങളെ സഹായിക്കുക എന്ന്. ആ സഹായം പലരും നേരായ മാർഗത്തിലല്ല സ്വീകരിച്ചത്. പക്ഷെ എന്തായാലും ഗാന്ധിയുടെ ഒരു രംഗപ്രവേശം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇന്ത്യയിലെ ഒരുപാട് പട്ടാളക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ബസ്ര കുഞ്ഞപ്പു ഉണ്ട്, SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് ബസ്ര കുഞ്ഞപ്പു. ബസ്ര എന്ന് പറയുന്ന മെസൊപ്പൊട്ടേമിയയിലെ ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോയിട്ട് തന്റെ യുദ്ധകാലത്ത് കിട്ടിയ ഡെപ്പിയിലടച്ച ആഹാര സാധനങ്ങളെ കൊണ്ടുവന്ന കഥ. അപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു, കമ്പോളത്തിൽ മാറ്റം വരുന്നു, ഉൽപ്പന്നങ്ങളിൽ മാറ്റം വരുന്നു, ഉപഭോഗ സംസ്കാരം പൂർണ്ണമായിട്ട് വരുന്നു. അപ്പൊ ഗാന്ധിജി ഈ സന്ദർഭത്തിലാണ് രംഗത്തെത്തുന്നത്. യുദ്ധസന്നാഹങ്ങളെ സഹായിക്കാനായിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെ സഹായിച്ചാൽ ഇന്ത്യൻ ജനതയ്ക്ക് യുദ്ധം അവസാനിക്കുമ്പോൾ ഡൊമിനിയൻ സ്റ്റാറ്റസ്, പുത്രികാ രാജ്യ പദവി, അതായത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യക്ക് കിട്ടിയ അംഗീകാരം, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വതന്ത്ര പദവി 1919 തരാം, അല്ലെങ്കിൽ 1917 തരാം എന്നാണ് അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്, ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഡിക്ലറേഷൻ, ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയും. ഇന്ത്യൻ സർക്കാരിനെ സഹായിക്കുക. അത് പിന്നീട് അവർ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൽ തയ്യാറാക്കിയത് ബ്രിട്ടീഷ് സർക്കാർ ആ വാഗ്ദാനമൊക്കെ വെച്ചു. വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരുടെ യുദ്ധസന്നാഹങ്ങളിൽ സഹായിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഒരുപാട് ആൾക്കാർ പട്ടാളത്തിൽ ചേർന്നു, കുറെ പേര് നഴ്സുമാരായി, ഔഷധങ്ങൾ ശേഖരിച്ചു, വസ്ത്രം ശേഖരിച്ചു, അതൊക്കെ യുദ്ധമുന്നണിയിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനം നടന്നു വരുമ്പോഴാണ് 1917 ബ്രിട്ടീഷ് സർക്കാർ ഒരു പുതിയ പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗു, വൈസ്രോയി ആയിരുന്ന ലോർഡ് ചെംസ്ഫോർഡും ചേർന്നിട്ടാണ്. അതിനാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് ചരിത്രത്തിൽ പറയുന്നത്. ആ പരിഷ്കാരത്തിന് മുമ്പായിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിലാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ മനസ്സിരിപ്പോൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിച്ചത്. യുദ്ധം കഴിഞ്ഞാൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി തരാം എന്ന് വെച്ചാൽ 1947 ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന് സമാനമായ പദവി തരാം എന്ന് 1919 പറഞ്ഞപ്പോ, യുദ്ധം നടക്കുമ്പോൾ പറഞ്ഞപ്പോ, പക്ഷെ പിന്നീട് റിപ്പോർട്ടിൽ പറയുകയാണ് ബ്രിട്ടന്റെ ലക്ഷ്യം അതൊന്നുമല്ല, വേറെയാണ്. പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് റെസ്പോൺസിബിൾ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ ഫേസ്ഡ് മാനർ എന്നാണ്. ബ്രിട്ടീഷ് രീതിയിലുള്ള പ്രാതിനിധ്യ സ്വഭാവമുള്ള ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ അവതരിപ്പിക്കും.
ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉടനെ കിട്ടില്ല എന്ന് ബോധ്യമായി. അതൊന്ന്. രണ്ടാമത്തത്, കർഷകരുടെ ദുരിതം. യുദ്ധകാലത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷകരെ പീഡിപ്പിച്ചു. അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. അതേസമയം അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അവരുടെ ഉത്പാദന ചെലവ് കൂടി. ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കർഷകർ പ്രക്ഷോഭത്തിലേക്ക് പോയി, കർഷകർ സമരത്തിലായി. ആ കർഷകർ സമരത്തിലായപ്പോൾ അതിനെ സഹായമായിട്ടൊക്കെയാണ് അതാ ഗാന്ധിജി ഓടിയെത്തുന്നു. അതാണ് 1917 ഏപ്രിൽ മാസത്തിലെ ചമ്പാരൻ കലാപം. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ നീലം കൃഷിക്കാർ അവിടെ കലാപത്തിൽ ഒരുപ്പെടുന്നു. ഗാന്ധിജി അവരുടെ രക്ഷകനായി എത്തുന്നു. ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് വിലപേശൽ നടത്തുന്നു. അവസാനം ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒരു സമിതി രൂപീകരിക്കാനും ഈ കച്ചവടക്കാരുടെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ധാരണയാകും. മറ്റൊന്ന്, ഇങ്ങനെ ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ശക്തിപ്പെടുകയും കലാപങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്തപ്പോൾ അതിനെ അടിച്ചമർത്താൻ സർക്കാർ കരിനിയമം കൊണ്ടുവരുന്നു. 1908 ഒരു നിയമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, സെഡീഷ്യസ് ലിബൽ ആക്ട്. ആ സെഡീഷ്യസ് ലിബൽ ആക്ട് ഉപയോഗിച്ചാണ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത്. തിലകനെ അറസ്റ്റ് ചെയ്ത് തിലകനെ നാട് കടത്തിയതൊക്കെ ഈ നിയമം വെച്ചുകൊണ്ടാണ്. 1919 ആകുമ്പോഴേക്കും പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കൽ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നുകയാണ് തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു പൗരൻ, ഒരു മനുഷ്യൻ, അയാൾ സാമ്പത്തികമായ അരാജകത്വം ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ സൂക്ഷിക്കുക. വിചാരണയില്ല, കുറ്റപത്രമില്ല, ആർബിട്രറി ആയിട്ട് എന്ന് വെച്ചാൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏകപക്ഷീയമായിട്ട് ഏത് ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വയ്ക്കാൻ സാധിക്കും. അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ആ നിയമം 1919 കൊണ്ടത്. അത് ബ്രിട്ടന്റെ ഗാന്ധിജിയുടെ നയത്തിനെതിരാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടപ്പോൾ രൂക്ഷമായിട്ട് വരുന്നു. ആ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞ നിയമത്തിനെതിരായിട്ടാണ് ഇന്ത്യയിൽ പല ഭാഗത്തും കലാപങ്ങൾ ഉണ്ടായി. ആ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ഒരു കൂട്ടക്കൊലയുണ്ടാകുന്നത്. അന്നത്തെ പട്ടാള ഭരണാധികാരിയായിരുന്ന, അതായത് പഞ്ചാബിലെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ഓ ഡയർ എന്ന് പറയുന്നയാള് വളരെ ക്രൂരനും കിരാതനുമായിരുന്നു. ഈ കരിനിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ ഒത്തുകൂടുന്നു. അവർ പ്രമേയമൊക്കെ പാസ്സാക്കി ബ്രിട്ടീഷ് സർക്കാരിന്റെ വെറി അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങൾ അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവർ ഒരുമിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കവാടം, ഒറ്റ കവാടമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗേറ്റ് പട്ടാളക്കാർ വളയുന്നു. യാതൊരു പ്രകോപനമില്ലാതെ അവർക്ക് വെടിവെച്ച് വീഴ്ത്തുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നു. മറ്റു നിരവധി പേർ രോഗികളാകുന്നു. അങ്ങനെ സമരത്തെ അടിച്ചമർത്താനുള്ള സംഭവം കൂടെ ആരംഭിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വലിയ പ്രതിഷേധമാണ് നാട്ടിനകത്തും പുറത്തും ഉണ്ടാക്കിയത്. നാട്ടിന് പുറത്ത് അന്ന് ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവായിരുന്ന, കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊല, ആ വെടിവെപ്പ്, അൺഹേർഡ് ഇൻ ദി അനൽസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ല. അൺഹേർഡ് ഇൻ ദി അനൽസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ്. അത്രയ്ക്ക് ക്രൂരമായി പോയി. എന്താണ് ഇത്ര ക്രൂരമാവാൻ കാരണം? ക്രൂരമാവാൻ കാരണം മറ്റൊരു സാർവദേശീയ പശ്ചാത്തലം ഞാൻ ഇന്നലെ ചില സൂചനകൾ തന്നതാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ആ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ആ യുദ്ധത്തിൽ റഷ്യയും ഇടപെടുകയാണ്. ആ യുദ്ധത്തിന്റെ നടുക്ക് വെച്ചാണ് 1917 റഷ്യയിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. ആ വിപ്ലവം പലരും വിചാരിച്ചതുപോലെ ലളിതമല്ല, അത്ര മനസമാധാനം തരുന്നതുമല്ല മുതലാളിമാർ. അതൊരു ബദൽ ഭരണ വ്യവസ്ഥയും ബദൽ സാമ്പത്തിക വ്യവസ്ഥയും മുന്നോട്ട് വച്ചു. വാസ്തവത്തിൽ ഒന്നാം ലോക മഹായുദ്ധമാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് വഴിവെച്ചത്.
റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും സഖ്യകക്ഷികളായിരുന്നു. സഖ്യകക്ഷികളാണെങ്കിലും റഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കിഴക്കൻ പ്രദേശത്തായതിനാൽ ഫ്രാൻസിനോ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലണ്ടിനോ ഇവരെ നേരിട്ട് സഹായിക്കാൻ പറ്റില്ല. സഹായിക്കാൻ പറ്റുന്നത് കരിങ്കടൽ വഴിയാണ്. കരിങ്കടലാവട്ടെ അവിടെ മറ്റ് തുർക്കികളുടെ നിയന്ത്രണത്തിലാണ്. തുർക്കികളാകട്ടെ ജർമ്മൻകാരുമായിട്ട്, ബ്രിട്ടീഷ് വിരുദ്ധ ശക്തിയായ ജർമ്മൻകാരുമായിട്ട് സഖ്യത്തിലാണ്. ആ സഖ്യത്തിലാകുന്നതിന് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മധ്യ ഏഷ്യയിലേക്ക്, അത് ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ മധ്യധരണ്യാഴിയിൽ എത്തിയിട്ട് കരിങ്കടലിൽ എത്താൻ സാധിക്കും. കാരണം ബ്രിട്ടീഷ് ആഫ്രിക്കയും യൂറോപ്പും തമ്മിലുള്ള കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നാൽ മധ്യധരണ്യാഴിയിലെത്താം. മധ്യധരണ്യാഴിയുടെ കിഴക്കേ അറ്റത്താണ് കരിങ്കടല്. കരിങ്കടലിന്റെ വടക്കാണ് റഷ്യ, തെക്കാണ് തുർക്കി. അപ്പൊ തുർക്കിയായിട്ട് വിലപേശാനോ യുദ്ധം ചെയ്യാനോ ബ്രിട്ടന് പ്രയാസമൊന്നുമില്ല, കാരണം തൊട്ടടുത്ത് കപ്പലുണ്ട്. എന്നാൽ റഷ്യ പിന്നെ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ജർമ്മനിക്ക് കരിങ്കടൽ തീരത്തേക്ക് വരാൻ ഒരു അവസരം ഉണ്ടാകും. ആ കരിങ്കടൽ തീരത്തേക്ക് വരാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് തുർക്കിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത്, സഖ്യം ഉണ്ടാകുന്നത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് ചേരികളാണ്, ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ഒരു ചേരിയും, ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന മധ്യ യൂറോപ്പിലെ പ്രസിദ്ധമായത് പഴയ തറവാടിത്തമുള്ള ഒരു രാജകുടുംബമാണ് ഭരിക്കുന്നത്. ജർമ്മനി ആകട്ടെ തുർക്കിയുമായിട്ട് കരാറുണ്ടാക്കും. കാരണം ആസ്ട്രിയയും ജർമ്മനിയും തമ്മിൽ സഖ്യകക്ഷികളായതുകൊണ്ട് അവിടെ കൂടെ സൈന്യത്തിന് കടന്നു വരാൻ പറ്റും. അങ്ങനെയാണ് ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ ലൈൻ. ബാഗ്ദാദ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമാണ്. ആ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ കൊണ്ടുവന്നാൽ ബെർലിനിൽ നിന്ന്, അതായത് പശ്ചിമ യൂറോപ്പിലുള്ള ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ നിന്നും ഓസ്ട്രിയ വഴി, ഹംഗറി വഴി, യുഗോസ്ലാവിയ വഴി കരിങ്കടലിന്റെ അവിടെ ഒരു കടലിടുക്കുണ്ട്, ഡാർഡനൽസും ബോസ്ഫറസ് എന്നും പറയും. ആ കടലിടുക്കിന്റെ മുകളിൽ കൂടി ഒരു പാലം കെട്ടിയാൽ, റെയിൽപാളം കെട്ടിയാൽ നേരെ തുർക്കിയിലെത്തും. തുർക്കിയിൽ നിന്ന് തുർക്കിയുടെ പ്രവിശ്യ, അന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞ അന്ന് മെസ്സപ്പെട്ട എന്ന പ്രവിശ്യയായ ബാഗ്ദാദിലേക്ക് എത്തിക്കാം. ബാഗ്ദാദിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രമായി ചെങ്കടലായി. ചെങ്കടൽ തീരത്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ബ്രിട്ടന്റെ കോളനിയല്ല. അപ്പൊ ബ്രിട്ടനെ പരസ്യമായി വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനാണ് ജർമ്മനിയുടെ പുറപ്പാടെന്ന് മനസ്സിലായി ബ്രിട്ടൻ. ഇതാണ് സഖ്യത്തിന്റെ ഒരു പ്രശ്നം. ഈ സഖ്യം നിൽക്കുമ്പോഴാണ് 1917 യുദ്ധം ഉണ്ടാകും, മറ്റേ വിപ്ലവം ഉണ്ടാകുന്നു. വിപ്ലവത്തിൽ സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിക്കുന്നു. ആ അവസാനിച്ചതിന്റെ പിന്നാലെ റഷ്യൻ ബോൾഷെവിക് പാർട്ടി ഒക്ടോബർ വിപ്ലവത്തിൽ അധികാരത്തിൽ വന്നു. ലെനിൻ അധികാരത്തിൽ വരുന്നു. ജർമ്മനിയുമായിട്ട് യുദ്ധവിരാമം ഉണ്ടാക്കുന്നു. ഈ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ബോൾഷെവിക് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിനോട് തുർക്കി യോജിക്കുന്നു. കാരണം രണ്ട്, ഒന്ന്, ജർമ്മനിയും തുർക്കി സഖ്യകക്ഷികളാണ്. ജർമ്മനിയും റഷ്യയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും തുർക്കിയുമായിട്ടുള്ള യുദ്ധങ്ങളും അവസാനിക്കുന്നു. രണ്ട്, തുർക്കിക്ക് അകത്തൊരു കലാപം നടക്കുന്നുണ്ട്. അതാണ് യങ് ടർക്ക് മൂവ്മെന്റ്, യുവതുർക്കി പ്രസ്ഥാനം. ആ യുവതുർക്കി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മുസ്തഫ കമാൽ പാഷ. 1919 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വളരെ പ്രതാപികളായിരുന്ന 4 രാജവംശങ്ങളാണ് തകർന്നു വീണത്. ആധുനിക യൂറോപ്പിൽ മുതലാളിത്തം യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരുമ്പോൾ പോലും ഉഗ്രപ്രതാപ ഐശ്വര്യങ്ങളോടുകൂടി വിരാജിച്ചിരുന്ന 4-5 പഴയ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു, പ്രൗഢിയുള്ള വംശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ജർമ്മനിയിലെ ഹോഹൻ സോളൻ കുടുംബം. അതിന്റെ പേരാണ് കൈസർ, ചക്രവർത്തിയുടെ പേര് കൈസർ. മറ്റൊന്ന് ആസ്ട്രിയ ഹംഗറിയിലെ ഹോഹൻ സ്റ്റോഫ്. മൂന്നാമത്തെ റഷ്യയിലെ റോമനോഫ്. നാലാമത്തത് തുർക്കിയിലെ ഒട്ടോമൻ തുർക്കികൾ. ഈ 4 പേരും 1919 യുദ്ധം അവസാനിച്ചപ്പോൾ തകർന്നു വീണു. ആ രാജ്യങ്ങളൊക്കെ റിപ്പബ്ലിക്കായി. അങ്ങനെ റിപ്പബ്ലിക്കായ തുർക്കിയുടെ അധിപനായിരുന്നു അത്താതുർക്ക് എന്ന് പറയുന്ന മുസ്തഫ കമാൽ പാഷ. മുസ്തഫ കമാൽ പാഷയും റഷ്യയും തമ്മിൽ ധാരണയാകുന്നു. അതുകൊണ്ട് ടർക്കിഷ്
പ്രവിശ്യകളിലേക്കെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവേശനം കിട്ടി. അങ്ങനെ സാർവദേശീയമായ പ്രസ്ഥാനമുണ്ടാകും. തുർക്കിയെ തകർക്കാനായിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. കാരണം തുർക്കി ജർമ്മനിയുടെ സഖ്യകക്ഷി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും തുർക്കിയെ തകർക്കുക. തുർക്കിയുടെ പ്രവിശ്യകളെന്ന് വിചാരിക്കുന്ന പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെല്ലാം, കോളനികളെല്ലാം മോചിപ്പിച്ചെടുത്ത് ബ്രിട്ടീഷുകാരെയോ ഫ്രഞ്ചുകാരുടെയോ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഇതാണ് ബ്രിട്ടീഷ് താല്പര്യം. ആ ബ്രിട്ടീഷ് താല്പര്യമുള്ളത് കൊണ്ട് ടർക്കിഷ് സുൽത്താനെ, ഖലീഫയെ ഒറ്റപ്പെടുത്താനും തുർക്കി സാമ്രാജ്യത്തെ ശിഥിലമാക്കാനും ശ്രമിക്കുന്നു. അതിന്റെ ആത്യന്തിക ലക്ഷ്യം മുസ്ലിം വിരുദ്ധമാണ്. അതൊരു മുസ്ലിം വിരുദ്ധ കലാപമായിട്ട് വ്യാപിക്കുന്നു. അങ്ങനെ വ്യാപിച്ചപ്പോൾ ആ ഖലീഫയെ രക്ഷിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിക്കകത്ത് തുടങ്ങി, തുർക്കിക്ക് വെളിയിൽ തുടങ്ങി, ഇന്ത്യയിൽ തുടങ്ങി. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം അതിശക്തമായി വളർന്നപ്പോൾ അതിനോട് കോൺഗ്രസിന്റെ ആഭിമുഖ്യം വർദ്ധിച്ചു. കോൺഗ്രസും ഖിലാഫത്തും തമ്മിൽ ഖിലാഫത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1909 നിയമം വന്നപ്പോൾ അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർത്തു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം കൊടുത്തതിനെ എതിർത്തു. അത് തെറ്റായിപ്പോയി, വർഗീയതയെ വളർത്തുന്നതാണെന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1916 ലക്നൌവിൽ ചേർന്ന സമ്മേളനത്തിൽ ലീഗിന്റെ താല്പര്യം, ലീഗിന്റെ ആവശ്യങ്ങളോട്, മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളോട് സഹകരിക്കുകയും അംഗീകരിക്കുകയും ലീഗ് മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്ന സർവേന്ത്യ അല്ലെങ്കിൽ സാർവദേശീയമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാനും സഹായിക്കാനും കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. 1916 ലക്നൗ പാക്ട്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ശത്രുത ഇല്ലാതാകും. ഖിലാഫത്ത് പ്രസ്ഥാനം സാർവദേശീയമാണ്. ആ സാർവദേശീയമായ ഖിലാഫത്ത് പ്രസ്ഥാനം ബ്രിട്ടീഷുകാരുടെ മുസ്ലിം വിരുദ്ധ സമോപനത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ സമീപനം എന്നുള്ളത് കൊണ്ട് ലീഗുകാരോട് കോൺഗ്രസ് സമ്മേളിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. കാരണം അതിന്റെ അടിസ്ഥാന ലക്ഷ്യം മുസ്ലിം വൈരുദ്ധ്യമാണ് എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തമായി വന്നപ്പോൾ അതിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, ഡിവൈഡ് ആൻഡ് റൂൾ, ഡിവൈഡ് എറ്റ് ഇംപറ, ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി അവരുടെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമായിരുന്നു മുസ്ലിം ലീഗ്. ആരംഭം മുതൽ തന്നെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗാരെന്ന് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ വ്യവസായ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളായ മുതലാളിമാർ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. കർഷക പ്രമുഖന്മാരും ഭൂസ്വാമിമാരും ജമീന്ദാർമാരും, മുസ്ലിങ്ങളായ ജമീന്ദാറും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയായിരുന്നു സർവേന്ത്യ ലീഗ്. അതിനെ രൂപീകരിക്കാൻ സഹായിച്ചത്, എല്ലാവിധ സാമ്പത്തികവും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. 1909 നിയമത്തിൽ അവർക്ക് പ്രത്യേക പദവികൾ നൽകുന്നു. പക്ഷെ 10 കൊല്ലം കഴിയുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ മുസ്ലിം വിരുദ്ധരാകും. എന്താണ് ഈ മറിമായത്തിന് കാരണം? കോൺഗ്രസിന്റെ ഹിന്ദു സംഘടനയാണ്. അതുകൊണ്ട് നിങ്ങളൊരു പ്രത്യേക മുസ്ലിം സംഘടന ഉണ്ടാക്കണമെന്നും പറഞ്ഞ് പ്രേരിപ്പിച്ച് കർണേജപം നടത്തി മുസ്ലിങ്ങളെ കൊണ്ട് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാക്കിച്ച ബ്രിട്ടീഷ് സർക്കാർ ആ ആൾ ഇന്ത്യ ലീഗിന് വളർന്നു വരാൻ ആവശ്യമായ പോഷകാഹാരം റിസർവേഷനിലൂടെ, സംവരണത്തിലൂടെ 1909 നിയമത്തിൽ കൊടുക്കുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ എങ്ങനെയാണ് കഷ്ടിച്ച് 10 കൊല്ലം കഴിയുന്നതിന് മുമ്പേ മുസ്ലിം വിരുദ്ധരായത്? ആ മുസ്ലിം വൈരുദ്ധ്യത്തിന്, മുസ്ലിം വിരോധത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞ റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവകാരികൾ തുർക്കി സാമ്രാജ്യത്തിനകത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സഹായിച്ചതാണ്. പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസിനും ഒന്നും പശ്ചിമേഷ്യയിലോ ഉത്തരാഫ്രിക്കയിലോ കിഴക്കൻ ഏഷ്യയിലോ നിൽക്കാനാവില്ല എന്ന ഒരു ബോധത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ നിന്നു. ഇവിടെ ബ്രിട്ടന്റെ കോളനികളായ ഈജിപ്റ്റ്, പാലസ്റ്റീൻ, അറേബ്യ, പിന്നെ ഇറാഖ്, പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, അത് പഴയ പേര് സിലോ, ബർമ്മ, ഇന്നത്തെ പേര് മ്യാൻമാർ, ബർമ്മ, മലേഷ്യ, സിംഗപ്പൂർ എന്ന് പറയുന്ന ദ്വീപ്, അതിനപ്പുറത്ത് മലേഷ്യക്ക് അപ്പുറത്ത് ഹോങ്കോങ് എന്ന് പറയുന്ന ദ്വീപ്,
ഇതെല്ലാം ബ്രിട്ടീഷ് കോളനികളാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂല സർക്കാരുകൾ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇതിൽ ഇന്ത്യയും ശ്രീലങ്കയും ബർമ്മയും ഒഴികെ, അല്ലെങ്കിൽ സിലോണും ബർമ്മയും ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തുർക്കിയുമായിട്ട് സഖ്യത്തിലാണ്. തുർക്കിയും റഷ്യൻ ഗവൺമെന്റും തമ്മിൽ സഖ്യത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെയൊക്കെ സഹായിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇന്ത്യ, ബ്രിട്ടന്റെ ഏറ്റവും വലിയ കോളനി, ഏറ്റവും വലിയ സഖ്യകക്ഷിയായ, സമ്പത്തിന്റെ സ്രോതസ്സായ ഇന്ത്യ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകും മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയാൽ. അതുകൊണ്ട് അവർക്കെതിരെ ഹിന്ദുക്കളെ ഇളക്കി വിടേണ്ടത്, ഹിന്ദുക്കളെ സംഘടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നൊരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് സർക്കാർ സർവശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇതാണ് 909-നും 919-നും ഇടയ്ക്കുള്ള സംഭവം. ഇത് സാർവദേശീയമായ മാനങ്ങളുള്ളതാണ്. ഇന്ത്യക്കകത്തും പ്രസ്ഥാനം വരുന്നതാണ്. അങ്ങനെ കോൺഗ്രസും ഖിലാഫത്തും ചേർന്ന് കോൺഗ്രസ് ഖിലാഫത്തുകൾ കമ്മിറ്റികൾ ഉണ്ടാകുന്നു. 917 തൊട്ട് തന്നെ ഗാന്ധിജിയോടൊപ്പം ഞാൻ പറഞ്ഞു, ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെടുന്നു. 920 മുതൽ അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തു. അവരോധിക്കപ്പെട്ടത് സാങ്കേതികമൊന്നുമല്ല, യാദൃച്ഛികവുമല്ല. കാരണം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ പ്രവർത്തനം അതിലേക്ക് നയിക്കുന്നതായിരുന്നു. 1. 2, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരങ്ങളുടെ ചരിത്രം ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യക്കാർ അത് ഗാന്ധിജി ആ വണ്ണം തന്നെ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹവും നിസ്സഹകരണ സമരവും ഒക്കെ ഇന്ത്യക്കാർക്ക് ഒരു ഭൂരിപക്ഷത്തിനും പഥ്യമായി. അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് അവരോധിക്കപ്പെടുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് ലീഗ് കമ്മിറ്റികൾ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നു. അവർ കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു. അതായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കർഷകരുടെയും തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഭാഗത്ത് ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് മലബാർ കലാപത്തിന്റെ അന്തിമ ഘട്ടം എന്ന് പറയുന്ന 921 കലാപം. ആ കലാപത്തിലാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും ഒക്കെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതും രക്തസാക്ഷികളാകുന്നതും അവരിന്നും ചർച്ചാ വിഷയമാകുന്നതും അതുകൊണ്ടാണ്. അവർ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോ റഷ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നോ പോലും സംശയമാണ്. പക്ഷെ അവർ കർഷകരുടെ നേതാക്കളാണ്. അവർ കർഷകരുടെ നേതാക്കളായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും ഖിലാഫത്തുകാരും എത്തുന്നു. അപ്പൊ കോൺഗ്രസും ഖിലാഫത്ത് സാർവദേശീയ സംഘടനയാണ്. കോൺഗ്രസും ഖിലാഫത്തും ചേർന്ന് മുസ്ലിങ്ങളെ സഹായിക്കാനായി പോയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഈ വർഗീയതയ്ക്ക് പുതിയ മാനം കൈവരികയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തുടക്കം മുതലേ അത് ഹിന്ദു സംഘടനയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന, അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ സംഘടിക്കൂ എന്ന് പറഞ്ഞിരുന്ന, ഹിന്ദുക്കളെ ശത്രുവായി കണ്ടിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇപ്പൊ മുസ്ലിങ്ങളെ ശത്രുവായി കാണുകയും ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്രീണനത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് സാവർക്കർ ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ 923 അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഒരു ലഘുലേഖ ഹു ഈസ് എ ഹിന്ദു, വാട്ട് ഈസ് ഹിന്ദുത്വ, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന പ്രസിദ്ധമായ ലഘുലേഖ വരുന്നതും അത് പിന്നെ ചരിത്രം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ 919 റഷ്യൻ വിപ്ലവം കഴിയുന്നു. അവിടെ സോവിയറ്റ് യൂണിയൻ ഉടമ്പടിയോട് കൂടി അത് റഷ്യൻ വിപ്ലവവും ഡിവേഴ്സൈൽസ് ഉടമ്പടി യുദ്ധത്തിന്റെ പരിസമാപ്തിയും ഒക്കെ ലോക രാജ്യങ്ങളിൽ വിമോചന പോരാട്ടങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിക്കാനിടയാകും. അങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്കകത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ജനങ്ങളെ കൂടുതൽ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തേണ്ടതായി വരും എന്ന ഘട്ടം വന്നപ്പോൾ 909 നിയമത്തിന്റെ പരിഷ്കാരം എന്ന പേരിൽ 919 മൊണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊണ്ടേഗു ചെംസോഡ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ വേറൊരു രൂപത്തിൽ ഭരണപരിഷ്കാരമായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അത് 909 നിയമത്തെക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ആ ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് പറയുന്നത്
ജനങ്ങൾക്ക് കൂടുതൽ, ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ്. ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ പുതിയ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നു. അതിന്റെ പേരാണ് ഡയാർക്കി, ദ്വിഭരണം. പ്രവിശ്യകളിലെ ഗവർണർമാരുടെ കീഴിൽ 2 മന്ത്രിസഭകൾ ഉണ്ടാവും. ഒരു മന്ത്രിസഭയുടെ പേര് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷുകാരും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ചില ഇന്ത്യക്കാരും ഉണ്ടായേക്കാം. ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. മറ്റത് പൂർണ്ണമായിട്ടും നാട്ടുകാരുടെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. നാട്ടുകാർ, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന നാട്ടുകാർ കൂടി ഉണ്ടാക്കുന്ന മന്ത്രിസഭ. പ്രധാനപ്പെട്ട പല നിയമങ്ങളും പല വകുപ്പുകളും മന്ത്രിസഭ വകുപ്പുകളും ഈ നാട് അല്ലെങ്കിൽ നാട്ടുകാരായ തദ്ദേശീയരായ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുരോഗമനപരമാണ്. ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികൾക്ക് യാതൊരു കാരണവശാലും ഒരിടത്തും ഭരിക്കാനുള്ള അവസരമില്ല എന്നിരിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞ ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവരുമെന്ന് പറയുന്ന അവസ്ഥ ഞങ്ങളുടെ തുടങ്ങിയിരിക്കും എന്നൊരു ബോധം ഉണ്ടാക്കാൻ ഈ നയത്തിന് സാധിച്ചു. അതാണ് 19 ഡയാർക്കി എന്ന് പറയുന്ന നിയമത്തിന്റെ സവിശേഷത. പക്ഷേ അപ്പുറത്ത് കരിനിയമങ്ങൾ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട്, കരുതൽ തടങ്കൽ നിയമം, അതിനുള്ള പ്രതിഷേധം, ആ പ്രതിഷേധിച്ചവരെ ഉള്ള വെടിവെപ്പ്, ആ വെടിവെപ്പിന്റെ മൂർധന്യമാണ് ആൾക്കാർ വെടിവെപ്പിൽ അമൃതസറിൽ നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ അനുശോചിച്ചുകൊണ്ടും ആ വെടിവെപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒരു യോഗം ചേർന്നാണ് ജാലിയൻവാല ബാഗിലെ കൂട്ടക്കൊലയിലേക്ക് പോയി. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ സങ്കീർണമായി ഇന്ത്യയുടെ സാഹചര്യം മാറുന്നു. ആ സങ്കീർണതയിൽ നിന്നാണ് 1920 മുതൽ കോൺഗ്രസിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. എന്നുവെച്ചാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അത് ജനകീയ സമരമായി മാറുന്നു. 1900 ആണ്ടുകൾ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ തന്നെ അല്പാൽപമായിട്ട് തൊഴിലാളികളും കർഷകരും ഒക്കെ സംഘടിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ സൂചിപ്പിച്ചു 1908 തിലകനെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയപ്പോൾ അതിനെതിരെ തൊഴിലാളികൾ പണിമുടക്കിയത് ഞാൻ പറഞ്ഞു. കർഷകർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സമരമാണ്. സെമീന്ദാരി സമ്പ്രദായത്തിനെതിരെ അന്യായപ്പാട്ട ഒഴിവാക്കുന്നതിന്. അങ്ങനെയാണല്ലോ ചമ്പാരനില് നീലം കൃഷിക്കാർക്ക് സമരം ചെയ്യേണ്ടതായി വന്നത്. അത്തരത്തിൽ കൃഷിക്കാരും തൊഴിലാളികളും ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കുന്ന അണികളിലേക്ക് വരുന്നു. അവിടെ തൊട്ടാണ് ഗാന്ധിജിയുടെ രംഗപ്രവേശം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തൊരു സജീവ സാന്നിധ്യമായി, അനുഷ്ഠിയ നേതാവായി വരുന്നത്. എന്തായിരുന്നു അദ്ദേഹം? 1917 ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട് ചമ്പാരനിലൊക്കെ പങ്കെടുത്തു. മറ്റു ചില കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജനകീയ സമരമൊക്കെയാണ് നയിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും അന്നേ വരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ നിന്നും, അന്നേ വരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ശൈലിയിൽ നിന്നും എന്ത് മാറ്റമാണ് ഗാന്ധിജി വരുത്തിയത്? ആ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വർഗഘടനയിൽ, കോൺഗ്രസിന്റെ സ്വഭാവത്തിൽ, വർഗ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. 1920 വരെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്നതും അണികളിൽ ഭൂരിപക്ഷവും അഭ്യസ്ത വിദ്യരായിരുന്നു. അഭ്യസ്ത വിദ്യർ എന്ന് വെച്ചാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച സർവകലാ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും പഠിച്ചവർ, ബിരുദധാരികൾ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാണും, അഭിഭാഷകന്മാർ കാണും, ബിസിനസ്സുകാർ, മറ്റ് കച്ചവടമൊക്കെ ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവരായിരുന്നു ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്നത്. അവർക്കെല്ലാം ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയാം. ബ്രിട്ടീഷ് സർക്കാരുമായിട്ടോ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ വിലപേശാൻ സാധിക്കും. അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞവർക്കേ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റൂ എന്ന് വെച്ചാൽ ഒരു എലീറ്റ് സ്വഭാവം, ഒരു വരേണ്യ സ്വഭാവം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി. ഗാന്ധിജി വന്നതോടുകൂടി ആ വരേണ്യ സ്വഭാവം മാറി. കോൺഗ്രസ് ജനകീയ കോൺഗ്രസ് ആവുന്നു, ജനങ്ങളുടെ കോൺഗ്രസ് ആയി മാറുന്നു. എങ്ങനെയാണ് ആ മാറ്റം വരുത്തിയത്? ആ മാറ്റം വരുത്തിയത് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി. വരേണ്യ ഭാഷയായ, ഭരണഭാഷയായ ഇംഗ്ലീഷിൽ പറയേണ്ടതില്ല, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മതി എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു. അത് കേട്ട് ഗാന്ധിജിയുടെ ലാളിത്യം, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയൊക്കെ സാധാരണക്കാർക്ക് പഥ്യമാണ്, സാധാരണക്കാരുടെ വേഷമാണ്. അതുകൊണ്ട് സാധാരണക്കാർ ഗാന്ധിജിയോട് അടുത്തു.
അവർക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല, അവരവരുടെ മാതൃഭാഷയിൽ പറഞ്ഞു. അങ്ങനെ മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചു. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വെവ്വേറെ കോൺഗ്രസ് ഉണ്ടായിരുന്നതെല്ലാം കൂടി ചേർത്ത് KPCC ഉണ്ടായി. ബാരിസ്റ്റർ AK പിള്ളയുടെ ജീവചരിത്രം അല്ലെങ്കിൽ കോൺഗ്രസും കേരളവും എന്ന പുസ്തകം വായിച്ചറിയാം. ബാരിസ്റ്റർ AK പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞു, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ മകൾ ഗോമതി അമ്മയുടെ ഭർത്താവാണ് ഈ ബാരിസ്റ്റർ AK പിള്ള. ആദ്യകാലം മുതൽ തന്നെ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺഗ്രസും കേരളവും പുസ്തകമായ പുസ്തകമുണ്ട്. അപ്പോ അഭ്യസ്തവിദ്യരായ സമ്പന്നരായ ഇന്ത്യക്കാരുടെ കൈകളിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിനെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസിന്റെ ഘടനകളല്ല അല്ലെങ്കിൽ ഘടകങ്ങളെല്ലാം പ്രാദേശിക ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായി. വമ്പിച്ചൊരു മുന്നേറ്റം. അത് എല്ലാം സഹായിക്കുന്ന തരത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം, അതിന്റെ പിന്നാലെ വരുന്ന സാമ്പത്തികമായ പ്രതിസന്ധി, വിലക്കയറ്റം, ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം, ഇതെല്ലാം 1920 ഗാന്ധിയുടെ സമരത്തെ സഹായിക്കുന്നതിനുള്ള കരുക്കളായി, ഘടകങ്ങളായി മാറും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം, വാർഷിക സമ്മേളനം ചേരുമ്പോൾ അവിടെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രമേയം അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരുമായിട്ടുള്ള എല്ലാ സഹകരണവും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ സമരത്തിൽ അവതരിപ്പിച്ച് വിജയിച്ച കാര്യമാണ്. ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് നിസ്സഹകരിക്കുക, വിദ്യാലയങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വ്യവസായശാലകളിലേക്ക് തൊഴിലാളികൾ പോകാതിരിക്കുക, കർഷകർ പാട്ടം കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ ബഹിഷ്കരിച്ചിട്ട് നിസ്സഹകരിച്ചിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം? സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, ക്രിയേറ്റീവാണ്. സൃഷ്ടിപരമായ വർഗം എന്താ? ചർക്കയിൽ നൂല് നോക്കുക, ഒരു സ്വയം പര്യാപ്തതയാണ്. 1907 1905 കാലത്താണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പുതിയ രൂപം. അവനവന്റെ ആവശ്യമുള്ള വസ്തുക്കൾ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാക്കാം. ഇന്ത്യ സമ്പന്ന രാജ്യമാണ്, അതിനനുസരിച്ച് ചർക്കയിൽ നൂല് നോത്ത് സ്വന്തമായി തുണിയുണ്ടാക്കുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, മദ്യശാലകൾ പിക്കറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള സൃഷ്ടിപരമായ പരിപാടികളും രാഷ്ട്രീയമായിട്ട് നിസ്സഹകരണം. ഇതാണ് 1921 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. നേരിയ ഭൂരിപക്ഷത്തോടുകൂടി ഗാന്ധിജിയുടെ പരിപാടി അല്ലെങ്കിൽ ആ പ്രമേയം വിജയിച്ചു. അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. 22 തൊട്ട് നടപ്പിലാക്കുന്നു. അതാണ് സുപ്രസിദ്ധമായ നിസ്സഹകരണ സമരം. പോലീസിന്റെ ഇടപെടലൊക്കെ വരുന്നു, അടിച്ചമർത്തലൊക്കെ വരുന്നു. പക്ഷെ ഗാന്ധിജിയുടെ സമീപനത്തെ 100% ആൾക്കാരും പിന്തുണച്ചു എന്നർത്ഥമാക്കേണ്ടതില്ല. ഗാന്ധിജിയുടെ നിലപാടുകളോട് കടുത്ത വിമർശനമുണ്ടായിരുന്ന ഇന്ത്യക്കാരുണ്ടായിരുന്നു. ബംഗാളുകാരനായ CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, കേരളീയനായ ചേറ്റൂർ ശങ്കരൻ നായർ, സർ സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്നയാളാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രാജിവെച്ചതാണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിനകത്തെ യാഥാസ്ഥിക വിഭാഗത്തിലാണ്. അദ്ദേഹം 1897 അമരാവതിയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാണ്. 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി, ഒരുപക്ഷെ ഏക മലയാളി. ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് വരിക ഇതേവരെ ഇല്ല. അത് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ കഴിയുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയുടെ കടുത്ത വിമർശനം, ഗാന്ധിയൻ നയങ്ങളോട്, ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന നയത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ആണ്, ഭരണഘടനാവാദിയാണ്. എന്താ ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസം? നിയമപരമായ മാർഗത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെയോ അല്ലാതെയോ അധികാരത്തിലെത്തുകയും ഭരണഘടനാ വിധേയമായി ഭരിക്കുകയും ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് വിലപേശാനോ സമരത്തിലേക്കോ പോകാൻ അദ്ദേഹം തയ്യാറല്ല. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നിവേദനങ്ങൾ കൊടുത്തും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചും പാസ്സാക്കിയെടുക്കാം.
ചെറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗാന്ധി ആൻഡ് അനാർക്കി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിജിയുടെ ഈ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ അരാജകത്വമാണ് വളരാൻ പോകുന്നത്. കാരണം അനുസരണ ഇല്ലാത്തൊരു തലമുറ വളരും. വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ പോവില്ല. തൊഴിലാളികൾ ഫാക്ടറിയിൽ പോവില്ല. അധ്യാപകരും ജീവനക്കാരും അവരുടെ ഓഫീസുകളിലോ സ്കൂളുകളിലോ പോവില്ല. ജന്മിമാരുടെ പാടത്ത് കർഷകർ പണിക്ക് പോവില്ല. ആകെ ഒരു അരാജകത്വം വരും. ഗാന്ധിജി അരാജകത്വത്തിന്റെ വക്താവായിട്ട് തീർന്നിരിക്കുകയാണെന്നുള്ള കടുത്ത വിമർശനമായിരുന്നു ഗാന്ധിജി ചെറ്റൂർ ശങ്കരൻ നായർ മുന്നോട്ട് വെച്ചത്. അവരൊക്കെ സഹകരണവാദികളാണ്. ഇതായിരുന്നു 1921 സമരം തുടങ്ങുമ്പോഴുള്ള സാഹചര്യം. യുദ്ധാനന്തര സാഹചര്യമാണ്. ലോകമാസകലം തിളച്ചു മറിയുകയാണ്. സാർവദേശീയമായിട്ട് ജനാധിപത്യം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ സാർവദേശീയമായി അംഗീകരിക്കപ്പെട്ട ജനാധിപത്യത്തിനപ്പുറത്തേക്ക് റഷ്യയിൽ ഒരു പുതിയ പരീക്ഷണം നടക്കുന്നു. ആ പരീക്ഷണത്തെ തകർക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ സഖ്യമുണ്ടാക്കി ശ്രമിക്കുന്നു. അതിന്റെ പേരാണ് വാർ ഓഫ് ഇന്റർവെൻഷൻ. മലയാളത്തിൽ പറയുന്ന ഇടങ്കോലിടൽ യുദ്ധം. റഷ്യയുടെ ഗവൺമെന്റിനെ, റഷ്യയുടെ പുരോഗതിയെ, റഷ്യ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയെയും പലതരത്തിൽ വിമർശിച്ച് അധിക്ഷേപിച്ച് സൈനികമായി ഇടപെട്ട് തകർക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഇടങ്കോലിടൽ. റഷ്യയുടെ വികസനത്തിന്, റഷ്യ ഒരു വ്യാവസായിക രാഷ്ട്രമായിട്ടും സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടും വികസിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ പ്രതിഫലനം അയൽ രാജ്യങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ അയൽ രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ മധ്യേഷ്യയിലെ എണ്ണക്കിണറുകളിൽ കണ്ണുവച്ചിരിക്കുന്ന ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും മുതലാളിമാർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പെട്രോ ഡോളർ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മളെ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥമായ പുതിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നല്ലോ. അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായ മേഖലയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. തീവണ്ടിയും കാറുകളും മോട്ടോർ കാറുകളും വിമാനവും ഓടാൻ ഈ ഇന്ധനം ആവശ്യമാണ്. അപ്പൊ ഇന്ധന പാടം എന്ന് പറഞ്ഞ, എണ്ണ പാടം എന്ന് പറഞ്ഞ മധ്യേഷ്യയാണ്. ആ മധ്യേഷ്യയുടെ നിയന്ത്രണം ഇതാ റഷ്യയിലേക്ക് കൈമാറാൻ പോവുകയാണെങ്കിൽ പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ഭാവി എന്ന് അവരതിനെ ശക്തമായി എതിർക്കുന്നു. ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് റഷ്യയിൽ ഈ വിദേശ ശക്തികൾ ഇടപെടാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് വാർ ഓഫ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇടങ്കോലിടൽ യുദ്ധം എന്ന് പറയുന്നത്. ആ ഇടങ്കോലിടൽ യുദ്ധത്തെയും റഷ്യൻ ഗവൺമെന്റ്, സോവിയറ്റ് ഗവൺമെന്റ് അതിജീവിക്കാൻ കഴിഞ്ഞു. അവർ സാർവദേശീയമായിട്ട് വിമോചന പോരാട്ടങ്ങൾക്ക് ശക്തി വരാൻ തുടങ്ങി, പരിശീലനം കൊടുക്കാൻ തുടങ്ങി. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിപ്ലവകാരികളെ, പല വേഷത്തിലും ഭാവത്തിലും വരുന്ന വിപ്ലവകാരികളെ മാർക്സവും സോഷ്യലിസവും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാഠശാല, യൂണിവേഴ്സിറ്റി താഷ്കെന്റിലും മോസ്കോയിലും ഒക്കെ ആരംഭിച്ചു. അവിടെ പോയി പഠിച്ച് ബിരുദമൊക്കെ എടുത്ത്, ബിരുദമൊന്നുമില്ല, സോഷ്യലിസത്തെ കുറിച്ച് മനസ്സിലാക്കിയവരാണ് പിന്നീട് ഇന്ത്യയിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. 1920 തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമമാത്രമായിട്ടാണ് വിദേശത്ത് സ്ഥാപിക്കപ്പെട്ടല്ലോ. അതിന്റെയൊക്കെ തുടക്കം ഈ സോവിയറ്റ് പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. അപ്പൊ അത് ബ്രിട്ടന് ഭീഷണിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് സോഷ്യലിസം വന്നാൽ ഉണ്ടാകാവുന്ന അപകടം അതിനൊഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് 1920കളുടെ ആരംഭത്തിൽ വരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 21 കലാപത്തെ അടിച്ചമർത്തുന്നത്, മലബാറിലെ കലാപത്തെ. പാവം അലി മുസലിയാരും വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഖാനിയും ബ്രിട്ടീഷുകാരുടെ പരമശത്രുവായി തീരുന്നതിന്റെ പശ്ചാത്തലം സാർവദേശീയമാണ്. അവിടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, വാര്യംകുന്നത്തിനും കുഞ്ഞഹമ്മദ് അലി മുസലിയാർക്കൊന്നും മാർക്സൊന്നും കേട്ടിട്ടേ ഇല്ല, മാർക്സിനെ കേട്ടിട്ടില്ല, അറിയില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ അവരെ ഭയപ്പെടുന്നു. അതാണ് പ്രശ്നം. എനിക്കൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തോട് ഭയം ഉണ്ടായി ഞാൻ അതിനെ ഉന്മൂലനത്തിന് പുറപ്പെടും, സ്വയം പേടിച്ചിട്ട്. ബ്രിട്ടീഷുകാർക്ക് ഈ പേടിയാണ്. അത് ഇന്ത്യയിലുള്ള പിന്നീടുള്ള നയത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു.
ബ്രിട്ടീഷുകാരുടെ പിന്നീടുള്ള നയം ഇന്ത്യയെ വിഭജിച്ച് ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തി ഒരു ജനവിഭാഗത്തെ കൊണ്ട് എത്തിക്കുക എന്ന തന്ത്രം ഒരു 10, 20, 25 ഒരു 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സാധിച്ചെടുത്തു. അതാണ് 47 ഇന്ത്യ വിഭജനത്തിലേക്ക് എത്തിച്ചത്. 21 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബഹിഷ്കരണ പരിപാടികൾ ആരംഭിച്ചപ്പോൾ മറുഭാഗത്ത് സൃഷ്ടിപരമായ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇതിനെ കർശനമായി അടിച്ചമർത്തുന്നു. ഈ സമരം വളരെ ലളിതവും സമാധാനപരവും ത്യാഗപൂർണവുമായിരിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞുവെങ്കിലും ജനം അത് കേൾക്കാൻ തയ്യാറല്ല. ജനത്തിന് പ്രശ്നം വന്നാൽ അവർക്ക് ദേഹം വേദനിച്ച് അവരിടപെടും. അങ്ങനെയാണ് അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം ഉത്തർപ്രദേശിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അവര് വാസ്തവത്തിൽ തെരുവിലൂടെ മാർച്ച് നടത്തുകയായിരുന്നു, ഒരു പ്രകടനം നടത്തുകയായിരുന്നു. പ്രകടനത്തെ ബ്രിട്ടീഷ് പോലീസ് ലാത്തിചാർജ് ചെയ്തു. അടികൊണ്ട് വേദനിച്ചവരെല്ലാം കൂടെ പോലീസുകാരെ ഓടിച്ചു. പിന്തിരിഞ്ഞോടുന്ന പോലീസുകാരന്റെ പുറകെ ഓടി കല്ലെറിയാൻ ആൾക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ആര് പോലീസുകാർ പോയി റെയിൽവേ സ്റ്റേഷനിലല്ല പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. നാട്ടുകാരത് വളഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ തീയിട്ടു. 21 പോലീസുകാരും സബ് ഇൻസ്പെക്ടറും വെന്തു മരിച്ചു. അതൊരു അസാധാരണ സംഭവമാണ്. ഗാന്ധിജി ഉദ്ദേശിക്കാത്തതാണ്. ഗാന്ധിജിയുടെ ഭാവനയ്ക്ക് അദ്ദേഹം ഒരിക്കലും സമ്മതിക്കാത്തതാണ് ഈ ഹിംസ എന്ന് പറയുന്നത്. അദ്ദേഹം സമരം നിർത്തിവെച്ചു, ഏകപക്ഷീയമായിട്ട് നിർത്തിവെച്ചു. അതായത് 21 തുടങ്ങിയ നിസ്സഹകരണ സമരം രാജ്യത്തിന്റെ നാനാ മേഖലകളിലും നാനാ വിധത്തിലുള്ള ജനങ്ങളെ സ്വാധീനിച്ചതാണ്. ആ സമരം ഇതാ പൊടുന്നനെ ഗാന്ധിജി നിർത്തിവെച്ചിരിക്കുന്നു. കാഞ്ഞ ഓട്ടിൽ വെള്ളം കോരി ഒഴിച്ചതുപോലെ ഷൂ നാവിയായി. ജനങ്ങളാകെ അക്രമാസക്തരാകുന്നു. ജനങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തോട് ശക്തമായ വിയോജിപ്പ്. എന്തായാലും ഗാന്ധിജി സമരം അവിടെ അവസാനിപ്പിക്കുന്നു. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ നിർബന്ധിതരാകുന്നു. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഗാന്ധിജി സമരം നിർത്തിവെച്ചുവെങ്കിലും ഗാന്ധിജി ഉണർത്തിവിട്ട സമരാവേശം ജനങ്ങളുടെ ഹൃദയത്തിൽ കനലുപോലെ കിടന്നു. അത് തീപ്പൊരി പോയി കിടന്നു. ഇങ്ങനെ ചാരം മൂടിയ തീപ്പൊരി ഉയർന്ന് ആളിപ്പടരാൻ തുടങ്ങി. അങ്ങനെ ആളിപ്പടർന്നത് കൊണ്ടാണ് 20കളുടെ ആരംഭത്തിൽ അതിശക്തമായ പണിമുടക്കുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്നത്. അതിശക്തമായ കർഷക പ്രക്ഷോഭങ്ങൾ. ആ കർഷക പ്രക്ഷോഭത്തിന്റെ കൂടെ ഭാഗമാണ് മലബാർ കലാപം എന്ന് പറയാം. മലബാർ കലാപത്തിന് 19ാം നൂറ്റാണ്ടിന്റെ മുഴുവൻ ചരിത്രവും അവകാശപ്പെടാനുണ്ടെങ്കിലും അതൊരു തീവ്ര ദശയിലേക്ക് പോയത് 1921-ലാണ്. കാരണം എന്താ? ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. അത്രയ്ക്ക് കഠിനമായ നികുതികളും അവകാശ നിഷേധവുമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ അത് അടിച്ചമർത്തേണ്ടത്. ആ അടിച്ചമർത്തൽ നയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനത തിരിയുന്നു. അങ്ങനെയാണ് സമരങ്ങളുടെ വേലിയേറ്റം. ആ വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ട് സംഘടനകൾ. അതിലൊരു സംഘടനയാണ് 1921 സ്ഥാപിക്കപ്പെട്ട ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് ഒരു തൊഴിലാളി സംഘടന, ട്രേഡ് യൂണിയൻ സംഘടന. വി ഗിരിയെ പോലുള്ള ആൾക്കാരായിരുന്നു ആദ്യകാലത്ത് അതിന്റെ നേതാക്കളായിട്ടൊക്കെ വന്നിരുന്നത്. കാരണം കോൺഗ്രസിനകത്താണ് AICT, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. കിസാൻ സംഘങ്ങൾ പല ഭാഗത്തും, കർഷക സംഘം, കിസാൻ സംഘം, കർഷക സംഘങ്ങൾ സ്ഥാപിക്കപ്പെടും. അപ്പോ ജനങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, ജനങ്ങൾ സമരത്തിലേക്കാണ്. ഗാന്ധിജി സമരം നിർത്തിവെച്ചുവെങ്കിലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിതമാവുന്നില്ല. പല ഭാഗങ്ങളിലും സമരം നടക്കുന്നു. വിദ്യാർത്ഥികൾ സമരം നടക്കുന്നു. ആ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ഒരു പ്രതീകമാണ്, ഒരു പ്രതിഫലനമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ തിരുവനന്തപുരത്തെ പഠിപ്പൂട 1921-ലാണ്. ഗാന്ധിജിയുടെ സമരത്തിന്റെ ആഹ്വാനം കേട്ട് തിരുവനന്തപുരത്തെ SMV സ്കൂളിലെയും മോഡൽ സ്കൂളിലെയും സെന്റ് ജോസഫ് സ്കൂളിലെയും കുട്ടികൾ പഠിപ്പ് മുടക്കി പുറത്തിറങ്ങി യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ മഹാരാജ് കോളേജിലേക്ക് മാർച്ച് ചെയ്ത കാര്യം തന്നെ പോലീസ് അടിച്ച കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അത് ഒരു നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ, അപ്പൊ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ട് ഭരിക്കുന്ന പ്രവിശ്യ എന്തായിരിക്കും? എല്ലായിടത്തും ഗാന്ധിജി മാത്രമേ സമരം നിർത്തിവെച്ചുള്ളൂ. ജനങ്ങൾ സമരം നിർത്തിയിട്ടില്ല. ജനങ്ങൾ സമരോദ്യുക്തരായ അവരെ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജനങ്ങളുടെ സമരത്തെ ഒന്ന് അമർച്ച ചെയ്യുന്നതിനും ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആത്മാർത്ഥതയുള്ളവനാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട്
1919 നിയമത്തിനകത്ത് ഒരു വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ജനങ്ങളെ നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ അറിഞ്ഞ് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കും എന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചു. അതാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ. അതായത് ഒരു ഭാഗത്ത് സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഗാന്ധിജി സമരം നിർത്തിവെച്ചു, പക്ഷെ സമരം ജനങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. സമരം ചെയ്യുന്ന ജനങ്ങളെ അമർച്ച ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിനോ സമരത്തിന്റെ കെടുതികളിൽ നിന്ന് നേരിട്ട് മാറ്റുന്നതിനോ വേണ്ടിയിട്ട് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് പലയിടത്തും സ്വീകരണം കൊടുക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് രാജഭക്തിയെ ഉണർത്തിവിട്ട് ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങളിൽ ബ്രിട്ടീഷ് അനുകൂലമായ മനോഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെയിൽസ് രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കിരീട അവകാശിയായിട്ട് പിന്നീട് വരുന്നയാളാണ്. അത് വരുന്നു. മറ്റൊന്ന്, സൈമൺ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കും എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയുടെ ആഭിമുഖ്യം, ഇന്ത്യൻ ജനതയുടെ മനോഭാവം ബ്രിട്ടൻ അനുകൂലമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾ അങ്ങനെ മാറുന്നില്ല. നേതാക്കൾക്ക് തന്നെ അക്കാര്യത്തിൽ തൃപ്തിയില്ല. 1919 ഭരണപരിഷ്കാരത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ വരുന്നത്. അപ്പൊ സൈമൺ കമ്മീഷൻ എന്തുതരം റിപ്പോർട്ടായിരിക്കും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വിവരമുള്ളവർക്ക്, അഭ്യസ്ത വിദ്യർക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. 1919 രൂപത്തിലുള്ള പരിഷ്കരിച്ച ഒരു ഭരണപരിഷ്കാരമായിരിക്കും വരികയെന്നവർക്ക് ഏതാണ്ടൊരു ധാരണയുണ്ടായത്. ആ ധാരണയുള്ളത് കൊണ്ടാണ് ബോയ്ക്കോട്ടിനെ അല്ലെങ്കിൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചോടൊപ്പം തന്നെ ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കരട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ വയ്ക്കും, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് നെഹ്റു റിപ്പോർട്ട്, നെഹ്റു കമ്മിറ്റി. ആ നെഹ്റു കമ്മിറ്റി എന്ന് പറഞ്ഞത് മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ദീർഘകാലം ചർച്ചയാണ് തെളിവൊക്കെ എടുത്തതിനു ശേഷം കൊടുത്ത റിപ്പോർട്ട് പിന്നീട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സഹായകരമായിട്ടുണ്ട്. ഈ ഫെഡറേഷൻ എന്നുള്ള സങ്കല്പം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന നെഹ്റു റിപ്പോർട്ട്. അത് നടപ്പിലാക്കിയൊന്നുമില്ല, പക്ഷെ പിന്നീട് പല കാരണങ്ങളാൽ നടപ്പിലായില്ല. എന്തായാലും സൈമൺ കമ്മീഷൻ വന്നൊരു റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ബദൽ നിർദ്ദേശം വയ്ക്കാൻ ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യതയുടെ ഫലമായിട്ടാണ് 28 തന്നെ നെഹ്റു കമ്മിറ്റി സ്ഥാപിക്കുന്നതും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തന്നെ നെഹ്റു റിപ്പോർട്ട് വന്നു. അത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പോവുകയും ചെയ്തു. മണിക്കൂർ ഇപ്പോ 1:30 ആവുന്നു, 8 മണിയാവുന്നു. ഞാൻ എൻ്റെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെയാണ്. ഭരണഘടനാ ചരിത്രം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും കർഷകരുടെയും തൊഴിലാളികളൊക്കെ ചരിത്രം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ അധികം തുറന്നു പോകേണ്ട ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളും അടുത്ത 2 ദിവസങ്ങളിൽ ജോഗ്രഫി ക്ലാസ് ആയിരിക്കും. നാളെ 6:30 ഭൂമിശാസ്ത്രം. തുടർച്ചയായ ക്ലാസ് 2 ദിവസം ഉണ്ടാവും. ഡോക്ടർ അനിൽകുമാറാണ് ക്ലാസ്. ഞാൻ നാളെ അത് പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് പിരിയാം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്, ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.